തൻവി സുധീർ ഘോഷ്, അഹാന കൃഷ്ണ, സിന്ധു കൃഷ്ണ, പിന്നെ അമ്മമ്മ. എന്താണ് കെ ഫാമിലി റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു അമ്മമ്മ കോൺട്രവേഴ്സി? ഞാൻ കഴിഞ്ഞ 1-2 ദിവസമായിട്ട്, 2-3 ദിവസമായിട്ട് ഇതിങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ എടുത്തു വെച്ച് ചെയ്യാനൊരു മടി, കാരണം 1 വയസ്സായ അമ്മമ്മ ഇതിനകത്ത് ഇൻവോൾവാണ്. 2 എന്ന് പറഞ്ഞാൽ കുറേ എൻ്റെ പേഴ്സണൽ ലൈഫിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളെ പോലെ എനിക്ക് തോന്നി. അത് ഏതൊരു മനുഷ്യനും അങ്ങനെ തോന്നുകയുള്ളൂ. കാരണം നമ്മുടെയൊക്കെ വീടുകളിൽ സർവ്വസാധാരണമായിട്ട് നടന്ന് കാണുന്ന, അത് എക്സ്ട്രീംലി ഇതിനായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ള കാര്യം എന്നല്ല കേട്ടോ പറയുന്നത്. ബട്ട് സ്റ്റിൽ എവിടെയൊക്കെയോ ഉള്ള കുറച്ച് സിമിലാരിറ്റീസൊക്കെ തോന്നിയതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ ഹോൾഡ് ചെയ്ത് നിന്നു. പിന്നെ ആദ്യമേ പറയുന്നു, ഈ കാര്യങ്ങൾ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് നീ എന്തിനാ അവരെ വീട്ടുകാരെ നോക്കുന്നത്, ഇങ്ങനെ അവരൊക്കെ പബ്ലിക്കായിട്ട് വന്നിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ ഇത് സോഷ്യൽ മീഡിയ ആണ്, എൻ്റെ ചാനൽ റിയാക്ഷൻ ചാനലാണ്, ഇവിടെ ഒരു പബ്ലിക് ഓഡിറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവ് വെച്ചിട്ട് പോണതാണ്. ഇനി അങ്ങനെ ഇത് ചോദിക്കുന്നവരോട് നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവാം. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. രണ്ടാമത് വന്നിരുന്നിട്ട് അയൽക്കൂട്ടെന്നോ ജഡ്ജെന്നോ പറയേണ്ട കാര്യമില്ല. അയൽക്കൂട്ടമാണോ ആണ്, ജഡ്ജാണോ ആണ്, കോടതിയാണോ എന്ന് വെച്ചാൽ കാറ് കോടതിയോ ആവും ചിലപ്പോൾ. ഓക്കെ. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ചോദ്യം ചോദിക്കാതെ തന്നെ ആദ്യം സ്കിപ്പ് ചെയ്ത് പോവാം. അപ്പോൾ തൻവി സുധീർ ഘോഷ് അവർ ആദ്യം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുകയാണ്, റീസൺ ഫോർ റിട്ടേൺ. അവർ കാനഡയിലായിരുന്നു. അവർ തിരിച്ചു വന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞ് അവർ പോസ്റ്റ് ചെയ്ത വീഡിയോക്കകത്ത് അവരുടെ 2 റീസൺസാണ്. ഒന്ന് അവരുടെ മകൻ്റെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഗതി. കാരണം കാനഡയിൽ ഹെൽത്ത് സെക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ഈ ഗവൺമെൻറ് പ്രൊസീജിയേഴ്സ് ഭയങ്കര കൂടുതലാണ്, വെയിറ്റിംഗ് ഭയങ്കര കൂടുതലാണ്, അങ്ങനത്തെ കുറച്ച് സീനുകളുള്ളതാണ്. അങ്ങനത്തെ ഒരു സീനുണ്ട്. അപ്പോൾ അതൊരു സൈഡും. ആൻഡ് ദ അതർ സൈഡ് ഇവരുടെ അമ്മയുടെ അമ്മ ഇവരെ കടന്ന് ഇങ്ങനെ വിളിക്കുകയാണ് ഭയങ്കരമായിട്ട്, നീ വാ. കാരണം അവർ ഒറ്റപ്പെട്ടു പോയി, അവരുടെ മുത്തശ്ശൻ മരിച്ചുപോയി. അപ്പോൾ ആ അമ്മമ്മേനെ നോക്കാനും കൂടി എന്നുള്ള നിലയ്ക്ക് ഇവർ അവിടുത്തെ കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്ത് നാട്ടിലേക്ക് എത്തുന്നു. അപ്പോൾ ആ റീസൺസൊക്കെ ഇലാബറേറ്റ് ചെയ്തിട്ടാണ് ആ വീഡിയോ. അതിലൊരു പോർഷനകത്ത് അമ്മമ്മേനായിട്ട് ഇവർ വീഡിയോ കോളിൽ സംസാരിക്കുന്ന ഒരു ക്ലിപ്പ്. അവിടെയാണ് ഇത് കെ ഫാമിലിയുടെ മുകളിലേക്ക് തിരിയുന്നത്, എസ്പെഷ്യലി സിന്ധു കൃഷ്ണയുടെ നേരത്തേക്ക് തിരിയുന്നത്. കാരണം സിന്ധു കൃഷ്ണ എന്ന് പറയുന്നത് ഈ പറഞ്ഞ തൻവി ഘോഷിൻ്റെ അമ്മയുടെ സിസ്റ്ററാണ്. ഈ സിന്ധു കൃഷ്ണ ഇതിനു മുമ്പും അവരുടെ അച്ഛൻ മരിച്ച സമയത്ത് ഒരു വീഡിയോ, ഒരു 1 hour കൂടുതലുള്ളൊരു വീഡിയോ ഇട്ട സമയത്തൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് വീട്ടിൽ ഇങ്ങനെ ഇവരെ നോക്കാൻ വരുന്നവർ നിൽക്കാറില്ല, ഓക്കെ, അവർ കുറേയധികം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു ക്ലിപ്പാണ് വിഷയം തുടങ്ങുന്നതിൻ്റെ റീസൺ. ആ ക്ലിപ്പ് ആദ്യം ഞാൻ അവിടെ പ്ലേ ചെയ്യാം. അമ്മൂമ്മ വിളിക്കുന്നുണ്ട്. അമ്മൂമ്മ എന്തുണ്ട്? പാക്കിങ്. ഒരാള് കുഞ്ഞുവാവ ഉറങ്ങുവാ. പിന്നെ ടിഷ്യൂ കേട്ടെ, ലിയാന് ഡേ കെയറിൽ പോയി. എന്താണ് ഡേറ്റ് പറയല്ലേ, ഡേറ്റ് ഒന്നും ആരോടാ പറയല്ലേ. ഞാൻ എന്തായാലും ഇങ്ങനെ ദിവസങ്ങൾ എണ്ണി ഇരിക്കുകയാണ് മക്കളെ എന്റെ കുട്ടികളെ കാണാൻ. കാരണം എനിക്ക് കാര്യമില്ല, ഞാൻ ഒറ്റയ്ക്കായി. നമ്മൾ വരുമ്പോ അമ്മൂമ്മ വിചാരിക്കും പണ്ടാരം എല്ലാം കെട്ടിയെടുത്തോണ്ട് വന്നു, ഇത്ര നാൾ സമാധാനം ഉള്ളത് ഞാൻ ഇപ്പഴാണ് അറിഞ്ഞതെന്ന്. എല്ലാ മക്കളെ എന്തായിരുന്നു, അതിന്റെ അപ്പൂപ്പം പോയി അന്ന് തൊട്ട് ഞാൻ ഒറ്റയ്ക്കായി, എനിക്ക് ആരെടുത്തരും ഇല്ല. ആകെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ജോലിക്ക് വരുന്ന ആൾക്കാരും നേരെ നിക്കുന്നില്ല, അതാണ് അമ്മൂമ്മയ്ക്കുള്ള ബുദ്ധിമുട്ട്. അല്ലാതെങ്കിൽ ഇപ്പൊ ഒരു പ്രശ്നമില്ലായിരുന്നു. ഒരു ആത്മാർത്ഥതയുള്ള ഒരു ജോലിക്കാരും ഇല്ല, ആരും ഒരു ഫോൺ കോൾ പോലും ചെയ്യാനില്ല. അത് കാരണം ഇപ്പൊ എനിക്ക് ഇത്രയും BP കൂടി, ഹൈ BP ആണ്, അത്രയ്ക്ക് വയ്യാതെയാണ് മോനെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വന്നിട്ട് വേണം അമ്മൂമ്മേനെ കൊണ്ട് രാവിലെ എക്സസൈസ് 4 മണിക്ക് എണീക്കണം. 4 മണിക്ക് എണീച്ച് നമ്മള് രാവിലെ CPT നടക്കാൻ പോവും, ഓടാൻ പോവും. ഞാൻ എണീക്കും, അവളെന്നെ എണീപ്പിക്കും. അല്ല മക്കളെ, നിങ്ങളെയൊക്കെ കാണുമ്പോ ഒരു പക്ഷെ എന്റെ BP ഒക്കെ കുറഞ്ഞു കിട്ടുമെന്ന്, കുഞ്ഞുങ്ങളെ കാണുമ്പോ കുറഞ്ഞു കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതൊക്കെ കുറഞ്ഞു കിട്ടും, നമ്മള് വരുമ്പോഴത്തേക്ക് എല്ലാം ശരിയാവും. അമ്മൂമ്മ വിഷമിക്കണ്ട. ഓക്കെ. എന്തായാലും കുഞ്ഞിനെ കാണാൻ കാത്തിരുന്ന് പോയടാ. അമ്മൂമ്മയാണ് നമ്മള് വല്ലപ്പോഴും ഒരു സിനിമയ്ക്ക് പോകുമ്പോ അമ്മൂമ്മയാണ് അവിടെ നോക്കേണ്ടത്.
അതൊക്കെ ഞാൻ നോക്കും. പെട്ടെന്ന് കരച്ചിലൊക്കെ നിർത്ത്, പെട്ടെന്ന് കരച്ചിലൊക്കെ നിർത്ത്. അല്ല അതിവിടെ വീട്ടിൽ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എന്റെ അടുത്താക്കിട്ട് പോയാലെന്ത്? അത് പൊടി കുഞ്ഞല്ലേ, പാല് പമ്പ് ചെയ്ത് വെച്ചാ നിങ്ങക്ക് നോക്കാനുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ലിയനെ കൊടുത്തു വിട്ടപ്പോ അമ്മമ്മ അയ്യോ കൊച്ചു കരയുന്നേ അവള് മരിക്കാനേന്നൊക്കെ. പിന്നെ എന്റെ കൊച്ചു കരഞ്ഞോണ്ടിരുന്നാ പിന്നെ എനിക്ക് അതൊക്കെ എനിക്ക് വിഷമമാണ്. അങ്ങനെയൊന്നും അവര് കരയാൻ പാടില്ല. അവരെപ്പോഴും ചിരിച്ച് നന്നായിട്ടിരുന്നാലല്ലേ. എനിക്ക് അമ്മമ്മ ആദ്യം കരയാതെ ചിരിച്ചിരിക്കുക, അതാവുമ്പോ നമുക്കും സന്തോഷാവും കേട്ടാ. ഇനി അമ്മമ്മ വിഷമിക്കണ്ട, നമ്മള് പാക്കിങ് നടത്തട്ടെ. അപ്പൊ എന്തായാലും അമ്മമ്മ ഉറങ്ങിക്കോ. ഒന്നാമത് ഇങ്ങനത്തെ പേഴ്സണൽ സീനുകൾ എടുത്തിട്ട്, അതായത് എസ്പെഷ്യലി കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരും കൂടി ആകുമ്പോൾ അവർ പ്രത്യേകിച്ച് ഒന്നും ഉദ്ദേശിച്ച് പറയുന്നതൊന്നും ആയിരിക്കണം എന്നില്ല. ബട്ട് സ്റ്റിൽ അവരൊക്കെ ഇങ്ങനെ ഒരു പബ്ലിക് വീഡിയോൻ്റെ ഒരു ഓഡിറ്റിൽ കൊണ്ടുവന്ന് നിർത്തി ഇടുന്നത് ഐ ഡോണ്ട് തിങ്ക് സോ ദാറ്റ്സ് എ റൈറ്റ് തിങ് ടു ഡു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ വയസ്സായ ആൾക്കാരാണ്, അവർക്ക് എവിടെ എന്ത് എപ്പോൾ പറയണം എന്നുള്ളതിനെക്കുറിച്ച് ചിലപ്പോൾ അവർക്ക് സോഷ്യൽ മീഡിയയിൽ ഇത് വരുന്ന പോലും അവർക്ക് ഒരു ഐഡിയയും കാണൂല ചിലപ്പോൾ, അല്ലെങ്കിൽ ഇത് റെക്കോർഡ് ചെയ്യുന്നുള്ളതിൻ്റെ ഒരു ഐഡിയ പോലും അവർക്ക് കാണൂല ചിലപ്പോൾ. അവരവരുടെ ജീവിതത്തിലൊരു വിഷമം അവരങ്ങോട്ട് പറഞ്ഞു, ദാറ്റ്സ് ഇറ്റ്. അത് ഓൾറെഡി നമുക്കറിയാം. ഈ കെ ഫാമിലിക്ക്, അഹാനയ്ക്കാണെങ്കിലും ഓസിക്കാണെങ്കിലും ഇഷാനിക്കാണെങ്കിലും അൻസുബിക്കാണെങ്കിലും സിന്ധു കൃഷ്ണയ്ക്കാണെങ്കിലും ഇനി അവരുടെ അച്ഛനാണെങ്കിലും ഒക്കെ, ഇവർക്കൊക്കെ പോസിറ്റീവിനേക്കാൾ കൂടുതൽ കയറിയുള്ളതൊരു ഹെയ്റ്റ്. എനിക്കൊന്ന് ഇഷാനി ആയിരിക്കണം കമ്പാരിറ്റീവ്ലി, എന്നാലും ഏറെ പോയിട്ടുണ്ട്. ഒരു 6 മാസത്തിൽ ഒരിക്കലെങ്കിലും എന്നെപ്പോലെ ഏറെ പോകുന്ന ഒരു ടീംസാണ് ഇവർ. അപ്പോൾ കാണുന്ന ഓഡിയൻസ് എപ്പോഴും എന്തെങ്കിലും ഒരു സാധനം ഒന്ന് എറിയാനോ അടിക്കാനോ കിട്ടിയാൽ എന്ന് വിചാരിച്ചിരിക്കുന്നവരും ഉണ്ട്. ട്രൂലി അവരെ സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ എന്താണെങ്കിലും അങ്ങനത്തെ ഒരു ഓഡിയൻ ഉള്ള ഒരു സ്ഥലത്തേക്ക് ഇതുപോലെ അവരുടെ അമ്മമ്മ വന്നിട്ട് എനിക്കാരും ഇല്ലേ ഞാൻ ഒറ്റപ്പെട്ടേ എന്നൊക്കെ വന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ, അതും അവർ കാണുന്ന വ്യൂവർക്ക് ഈ നറേറ്റീവ് കിട്ടുന്നത് എങ്ങനെയായിരിക്കും എന്നറിയോ? നാട്ടിൽ വെൽ ഓഫ് ആയിട്ട് ജീവിക്കുന്ന കൃഷ്ണകുമാറിൻ്റെ ഫാമിലി, മക്കൾക്കൊക്കെ യൂട്യൂബും ജോലിയും വരുമാനവും ബിസിനസ്സുമായിട്ട് നടക്കുന്നു. അമ്മയ്ക്കും എല്ലാവർക്കും സോഷ്യൽ മീഡിയ ഇൻകം കാര്യങ്ങളും ഉണ്ട്. അവരത്യാവശ്യം നല്ല സ്പെൻഡ് ചെയ്ത് ഹൈ ലൈഫ് സ്റ്റൈൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പം അവർ സ്വന്തം അമ്മയെ നോക്കുന്നില്ലേ? ഈ അമ്മേനെ നോക്കാൻ, സിന്ധു കൃഷ്ണൻ്റെ അമ്മേനെ നോക്കാൻ ഇവരുടെ സിസ്റ്റർ മകൾ അവിടുന്ന് കാനഡയിൽ നിന്ന് ജോലി ഒഴിവാക്കി വരണോ? അങ്ങനെയാണെങ്കിൽ സിന്ധു കൃഷ്ണയും ഫാമിലി ഇവരെ നോക്കാതെ എന്ത് പരിപാടിയാണ് കാണിച്ചേ എന്നുള്ളതിലേക്ക് കാര്യങ്ങൾ തിരിഞ്ഞു. കമൻറ്റ് ബോക്സ് ഫുൾ ഇറപ്റ്റഡ്. ലാസ്റ്റ് ഈ തൻവിക്ക് ലാസ്റ്റ് കമൻറ്റ് ബോക്സ് ഓഫാക്കി വെക്കേണ്ട ഒരു അവസ്ഥ. ഇത് കാണുന്ന വ്യൂവേഴ്സിനോട് ഇപ്പം ഇത് ഇത്രയും വീഡിയോ കണ്ടിട്ട് എനിക്ക് മനസ്സിലായൊരു കാര്യം പറഞ്ഞുതരാം. തൻവിയുടെ പേഴ്സണൽ ലൈഫ് എന്ന് പറയുന്നത് അത്ര ഈസി ആയിരുന്നില്ല. അച്ഛൻ്റെ മരണം, അമ്മയുടെ വേറൊരു കല്യാണം, അമ്മയിൽ നിന്ന് വന്ന ട്രോമ, ഈ തൻവിയെ നോക്കിയത് ഫുള്ള് ഈ അമ്മമ്മയും മുത്തശ്ശനുമാണ്. തൻവി ജനിച്ചത് മുതൽ ഈ അമ്മമ്മേനെയും മുത്തശ്ശനെയും കണ്ട് അവരുടെ പാമ്പറിങ്ങിലാണ് വളർന്നത്. ഓക്കെ, അഹാനയാണെങ്കിലും ഓസിയാണെങ്കിലും ബാക്കിയുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിലും സിന്ധു കൃഷ്ണയുടെ കൂടെയും കൃഷ്ണകുമാറിൻ്റെ കൂടെയാണ് വളർന്നത്, അച്ഛൻ്റെ അമ്മേൻ്റെ ഒപ്പം വളർന്നത്. പക്ഷേ ഈ തൻവി എന്ന് പറഞ്ഞ കുട്ടി വളർന്നത് അമ്മമ്മയുടെ കൂടെയാണ്. ആൻഡ് ഈ അമ്മമ്മയും നോക്കി വളർത്തിയത് തൻവീനെയാണ്. ഓക്കെ, ഗോട്ട് മൈ പോയിന്റ്. അപ്പോൾ ഈ അമ്മമ്മയ്ക്ക് ഓബിയസ്ലി തൻവിയോടൊരു സ്നേഹം കൂടുതൽ ചിലപ്പോൾ കാണുമായിരിക്കും, തൻവിക്ക് അമ്മമ്മേനോടൊരു സ്നേഹം കൂടുതൽ കാണുമായിരിക്കും. അങ്ങനത്തെ ഒരു പോയിന്റ് ഇതിനകത്തുണ്ട്. അത് റിയലൈസ് ചെയ്യണം നമ്മൾ. പലരും ഇതിൽ റിയാക്ട് ചെയ്തപ്പോഴും ഇതിൽ സംസാരിക്കുമ്പോഴും ഇതിൽ കമൻ്റ് ഇടുമ്പോഴും ഈ ഒരു പോയിന്റ് എടുത്ത് വെക്കുന്നില്ല. ഈ ഒരു ബോണ്ട്, ആ ബോണ്ട് ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല, എല്ലാവരായിട്ട് അത് വർക്കൗട്ട് ആവണമെന്നില്ല. ഈ അമ്മമ്മയ്ക്ക് അഹാന കൃഷ്ണയുമായിട്ട് നല്ലൊരു ബോണ്ട് ചിലപ്പോൾ വർക്കൗട്ട് ആവണമെന്നില്ല. ശരിയാണ്, അമ്മമ്മയും പേരക്കുട്ടിയാണ്. പക്ഷെ എത്രയോ വീടുകളിൽ അമ്മമ്മയും പേരക്കുട്ടിയൊക്കെ തമ്മിൽ അടി ഉണ്ടായിട്ടുള്ള അങ്ങനെയൊക്കെ ഉണ്ട്. ഇല്ലാത്ത ഇത് നമ്മുടെ നാട്ടിൽ നടക്കാത്ത കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ തൻവിയും അമ്മമ്മയും തമ്മിൽ നല്ല ബോണ്ടാണ്, അവർ ഓക്കെ ആയിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഈ അമ്മമ്മേനെ തൻവിക്ക് ഇത്ര കാര്യമാവാൻ കാരണം പാരൻസ് പോലും നോക്കാത്ത സമയത്ത് അമ്മമ്മ ഗ്രാൻഡ് പാരൻസ് ആണ് നോക്കി. എനിക്കത് നന്നായിട്ട് അറിയാം, കാരണം ഞാൻ ഒരുപാട് വർഷം എൻ്റെ ഗ്രാൻഡ് പാരൻസിൻ്റെ ഒപ്പം ഒറ്റയ്ക്ക് ഇവിടെ മലപ്പുറത്ത് നിന്നിട്ടുണ്ട്. പാരൻസൊക്കെ അപ്പോൾ ബാംഗ്ലൂരും പുറത്ത് പോയിരുന്നു. അപ്പോൾ ആ ഒരു അറ്റാച്ച്മെൻ്റ് കൊണ്ടാണ് ആ കുട്ടി വന്നതും, ആ ഒരു അറ്റാച്ച്മെൻറ്റിലാണ് ആ കുട്ടീനോട് ഇവിടെ ഈ അമ്മമ്മ സംസാരിച്ചത്. ഫൈൻ. ഇനി നമുക്ക് ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഇത് ഭയങ്കരമായിട്ട് പ്രശ്നമായി, കുറേ കമൻറ്റ് ബോക്സിൽ ഇവർ തമ്മിൽ കമൻറ്റ് റിയാക്ഷൻ തുടങ്ങിയ അങ്ങനത്തെ കുറേ സീനുകൾ ഉണ്ടായിരുന്നു. കമൻറ്റ് ബോക്സ് ഓഫാക്കുന്നു, അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളുണ്ടായപ്പോൾ അഹാന
ഒരു 50+ മിനിറ്റ്സ് ഉള്ള ഒരു വീഡിയോ ആയിട്ട് വന്നു. അതൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. അഹാൻ അതിനകത്ത് പറയുന്നുണ്ട് എനിക്കിതൊന്നും വന്ന് പറയേണ്ട കാര്യമില്ല, ആവശ്യമില്ല, റിയാക്ഷൻ ചാനലിനെ കുറേ പറയുന്നുണ്ട്, പിന്നെ അത് ഒരാഴ്ച കഴിഞ്ഞാൽ ഡിലീറ്റ് ആവും എന്ന് പറയുന്നുണ്ട്, എല്ലാം ഉണ്ട്. ബട്ട് ഈ അഹാനെ അടക്കം എല്ലാവരോടും പറയാനുള്ളത്, ഇപ്പം ഞാനാണെങ്കിലും നാളെ സോഷ്യൽ മീഡിയയിൽ നമ്മളെക്കുറിച്ചൊരു എലിഗേഷൻ അല്ലെങ്കിൽ നമുക്കെതിരെ ഒരു കോൺട്രവേഴ്സി അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ സൈലൻസ് നല്ലതാണ്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പറയേണ്ട കാര്യങ്ങൾ ആ പറയേണ്ട സമയത്ത് കറക്റ്റ് കൊടുത്തില്ലെങ്കിൽ നമ്മളെ വിശ്വസിച്ച് നമ്മളെ ട്രസ്റ്റ് ചെയ്ത് നമ്മളെ ഇഷ്ടപ്പെട്ടിരിക്കുന്ന, ഇനി അല്ല നമ്മളെ വിമർശിക്കാനോ നമ്മളെ കുത്താനോ ഇരിക്കുന്ന ഓഡിയൻസ് ആണെങ്കിൽ പോലും അവർക്കൊരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥയിൽ നമ്മളുടെ സൈലൻസ് നിൽക്കും. സൈലൻ്റ് ആവരുത്, വന്ന് പറയണം. ഓക്കെ. പിന്നെ പറഞ്ഞതിൻ്റെ മുകളിൽ ഓഡിറ്റ് നടക്കുന്നുണ്ട് അല്ലെങ്കിൽ നടത്തി ആരെങ്കിലും അതൊരു മിസ്ലീഡിങ് ആക്കിയാൽ നിങ്ങൾ കോൾ ഔട്ട് ചെയ്തു. അല്ലാത്ത പക്ഷം അതിൽ ഇപ്പോൾ നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ് നമ്മൾ പറയാം, കമൻറ്റ് ബോക്സിൽ നാട്ടുകാരുടെ പെർസ്പെക്റ്റീവ് പറയും. എൻഡ് ഓഫ് ദ ഡേ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സാധനത്തിനകത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് വരുമാനമുണ്ട്, നിങ്ങൾ അതിനെ ചുറ്റിപ്പറ്റിയാണ് ജീവിക്കുന്നത്, അല്ലേ? അപ്പോൾ ഒരു കോ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട് ഇവിടെ. അതിന് ഒരു എന്തോ ഒരു ഇടിച്ച് കാണിക്കുന്ന പോലത്തെ ഒരു സംസാരം ഈ വീഡിയോയുടെ ലാസ്റ്റിലേക്ക് സംസാരിച്ചിട്ടുണ്ടായിരുന്നു റിയാക്ഷൻ ചാനലിനെ കുറിച്ചിട്ട്. ഐ നോ അതെന്തുകൊണ്ടാണെന്നുള്ളത്, കാരണം ചില തംബ്നെയിലുകളും ചില ടൈറ്റിലുകളും ഒക്കെ നിങ്ങൾക്ക് മിസ്ലീഡിങ് ആയിട്ടും അത് ഭയങ്കര മാനിപ്പുലേറ്റീവ് ആയിട്ടും തോന്നുകയാണ് നിങ്ങൾക്ക് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ബട്ട് സ്റ്റിൽ ഇറ്റ് ഹാപ്പൻസ്. നിങ്ങൾക്ക് ഇത്ര കാലമായിട്ട് ഇത് മനസ്സിലായിട്ടില്ലേ? ഇതൊക്കെ സംഭവിക്കും ഇവിടെ. പേഴ്സണൽ കാര്യങ്ങൾ പുറത്തു വന്നാൽ ഇതൊക്കെ സംഭവിക്കും. അപ്പോൾ എന്താണ് എക്സ്പ്ലനേഷൻ വീഡിയോനകത്ത് അഹാന പറഞ്ഞ കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. സോ കപ്പിൾ ഓഫ് തിങ്സ് ഞാൻ ഓരോ വിഷയമായിട്ട് ടച്ച് ചെയ്യാം. വൺ ഈസ് എൻ്റെ അമ്മുമ്മ. എന്തുകൊണ്ടാണ് നിങ്ങളാരും അമ്മുമ്മയെ കാണാൻ പോകാത്തത്? അമ്മുമ്മ അവിടെ ഒറ്റയ്ക്കൊരു വലിയ വീട്ടിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അമ്മുമ്മ അങ്ങനെ, നിങ്ങൾ എന്തുകൊണ്ട് അമ്മുമ്മയെ തിരിഞ്ഞു നോക്കുന്നില്ല? ഐ ടെൽ യു സംതിങ് വെരി ക്ലിയർലി. ഐ റിയലി ഡോണ്ട്, ഐ വിഷ് ഐ ഡിഡ്ന്റ് ഹാവ് ടു ഡു ദിസ്. പക്ഷേ നമ്മളും അമ്മുമ്മയായിട്ട് കോൺടാക്റ്റ് ഇല്ലാത്തതിനും അപ്പൂപ്പൻ മരിക്കുന്നതിനും ഒരു ബന്ധമുള്ള കാര്യമില്ല. അമ്മുമ്മയും നമ്മളുമായിട്ടുള്ള കോൺടാക്റ്റ് കട്ടാവുന്നതെന്ന് പറഞ്ഞാൽ ഇസ് ഓൺ ദ 31st of October 2025, 1 day before ഇഷാനീസ് ബർത്ത്ഡേ. ഇഷാനിയുടെ ബർത്ത്ഡേ പാർട്ടിയിൽ അല്ലെങ്കിൽ അപ്പൂപ്പനും അമ്മുമ്മയും വരാനിരുന്നതാണ്. ഒരു അമ്മുമ്മയായിട്ടൊരു മാസീവ് ഫോൾ ഔട്ട് സംഭവിച്ചത് കൊണ്ടാണ് അവർ വരാതിരുന്നതും. പിന്നെ ഞാൻ അമ്മുമ്മയെ നമ്മളെല്ലാവരും കാണുന്നത് തന്നെ അപ്പൂപ്പൻ മരിക്കുന്ന ദിവസമാണ്, വിച്ച് ഇസ് ഓൺ ദ 29th of March 2026. എൻ്റെ അമ്മുമ്മേനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് കുറ്റമൊന്നും പറയാൻ വലിയ ആഗ്രഹമില്ല. പക്ഷേ ഷീസ് എ വെരി പ്രോബ്ലമാറ്റിക് പേഴ്സൺ. ഷീസ് എ വെരി ഡിഫിക്കൽട്ട് ടു അഡ്ജസ്റ്റ് പേഴ്സൺ. ഐ വെരി ബാഡ്ലി ഫീൽ സോറി. ഐ റിയലി ഫീൽ വെരി സാഡ് ഫോർ മൈ മദർ. കാരണം എൻ്റെ അമ്മ ഒരു ഗ്രേറ്റ് മദറാണ്. സോ യൂഷ്വലി ഇപ്പം ഞാൻ നാളെ എൻ്റെ കുട്ടികളോടൊരു നല്ല അമ്മയാണെങ്കിൽ ദാറ്റ് ഈസ് പ്രോബബ്ലി ബിക്കോസ് ഐ ഹാഡ് എ ഗുഡ് മദർ ആൻഡ് ഐ സോ വാട്ട് ഇറ്റ് ഈസ് ടു ബി എ ഗുഡ് മദർ ആൻഡ് ഗിവ് മദർലി ലവ്. ആ സ്നേഹം ഞാൻ ചിലപ്പോൾ എൻ്റെ കുട്ടികൾക്ക് കൊടുക്കുമായിരിക്കും. അമ്മ നമുക്ക് ഒരുപാട് മദർലി ലവ് തരാറുണ്ട്. നമ്മൾ എപ്പോഴും വിചാരിക്കാറുണ്ട് അമ്മ അത് എവിടെ നിന്ന് കണ്ടുപഠിച്ചു, അല്ലെങ്കിൽ കാരണം അമ്മയ്ക്ക് അത് ലൈഫിൽ കിട്ടിയിട്ടില്ല. പക്ഷേ അത് മേ ബി അമ്മയൊന്നും അത്രയും റിയലൈസ് ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കും. ബിക്കോസ് മൈ ഗ്രാൻഡ് ഫാദർ വാസ് എ വെരി ഗുഡ് പാരൻറ്റ്. ഹി വാസ് ഡൂയിങ് എവറിത്തിങ് എ റിയലി ഗുഡ് പാരൻറ്റ് ഷുഡ് ഡു. അപ്പോൾ അമ്മയ്ക്ക് കൊച്ചിലേ തൊട്ടേ അമ്മുമ്മ എപ്പോഴും ഒരു വെരി ഡിഫിക്കൽട്ട് ടു ഹാൻഡിൽ പ്രോബ്ലമാറ്റിക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അങ്ങനത്തെ ഒരാളാണ്. അത് നമുക്കൊക്കെ കൊച്ചിലേ കുഞ്ഞുനാൾ തൊട്ടേ അമ്മുമ്മയുടെ ഓരോ പ്രാന്ത സ്വഭാവങ്ങളാണ് നമുക്ക് ഓർമ്മ. പക്ഷെ നമ്മൾ ആസ് വി ഗ്രോ അപ്പ് ആൻഡ് ആസ് ഷീ ഗെറ്റ്സ് ഓൾഡർ നമ്മൾ വിചാരിക്കും ആ പോട്ടെ സാരമില്ല, അമ്മുമ്മയല്ലേ, പോട്ടെ സാരമില്ല എന്ന്. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് തന്നെ ക്ലിയർ ആണ് അമ്മമ്മയായിട്ട് അഹാനയ്ക്ക് നല്ല വിഷയങ്ങളുണ്ട്. ഒരു പരിധി വരെ ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോൾ എനിക്ക് എൻ്റെ അച്ഛൻ്റെ ഫാമിലിയായിട്ട് ഒരു കണക്ഷനും ഇല്ല. ഓക്കെ. കുറച്ച് പേരോടൊക്കെ ഇപ്പം അടുത്തൊക്കെയാണ് ഞാൻ മിണ്ടാൻ തുടങ്ങിയത്. അച്ഛൻ്റെ അമ്മ എന്ന് പറഞ്ഞ എൻറ്റിറ്റിയെ ഞാൻ കണ്ടത് തന്നെ വിരലിലുണ്ടാകുന്ന സമയങ്ങളിൽ മാത്രമായിരിക്കും. അവിടെയും ഈ പറഞ്ഞ പോലെ അമ്മമ്മ, ഇപ്പം എൻ്റെ അമ്മേൻ്റെ അമ്മ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വായിൽ ഇഡ്ഡലി വെച്ച് കുത്തി തിരികെ നീ കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അത്രയും നോക്കി വളർത്തിയുള്ള എൻ്റെ അമ്മമ്മ. അങ്ങനെയാണെങ്കിൽ എൻ്റെ അമ്മമ്മേനായിട്ട് ഞാൻ അത്ര അറ്റാച്ച്ഡ് ആവുന്നതും മുത്തശ്ശനായിട്ട് അറ്റാച്ച്ഡ് ആവുന്നതും അവരൊപ്പം ഞാൻ നാട്ടിൽ ബാംഗ്ലൂരിൽ നിന്ന് ഫാമിലി ഉള്ളപ്പോൾ ഞാൻ നാട്ടിൽ വന്ന് നിന്നതും ഞാൻ അങ്ങനെ അമ്മമ്മ കുട്ടി മുത്തശ്ശൻ കുട്ടിയായിരുന്നു. പക്ഷേ എൻ്റെ അച്ഛൻ്റെ ഫാമിലി ഓൺ ദ അതർ സൈഡ് എനിക്ക് അച്ഛൻ്റെ അച്ഛൻ ഞാൻ കണ്ടിട്ടില്ല, കാരണം മൂപ്പര് പട്ടാളത്തിലായിരുന്നു. പിന്നെ അതങ്ങനെ അവിടുന്ന് എന്തോ സംഭവിച്ചു അങ്ങനെ ആയി. പക്ഷേ അച്ഛൻ്റെ അമ്മ ഉണ്ടായിരുന്നു. അച്ഛൻ്റെ അമ്മ ഈ സീനാണ്, കാരണം എൻ്റെ അമ്മേനെയായിട്ട് തന്നെ അച്ഛൻ്റെ അമ്മയ്ക്ക് എന്തോ വിഷയമാണ്. അപ്പോൾ അന്ന് മുതലേ അമ്മ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് മാറിയിട്ടുണ്ട്. സോ ഓബിയസ്ലി എനിക്ക് അച്ഛമ്മ എന്ന് പറഞ്ഞ ഫിഗറിനെ എനിക്ക് അറിയില്ല. അച്ഛമ്മ എന്ന് പറഞ്ഞ ഫിഗർ ഈസ് എ വില്ലൻ കൈൻഡ് ഓഫ് സാധനം, ഒരു വില്ലിയാണ് എൻ്റെ മുന്നിൽ. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മളെ എൻകൗണ്ടേഴ്സും 1-2 വട്ടം അച്ഛൻ്റെ വീട്ടിൽ പോയി കണ്ട എൻകൗണ്ടറിലും ഇവരൊരു വില്ലി പോലെയാണ്. മനസ്സിലായില്ല? അവർക്ക് നമ്മളെ ആക്സെപ്റ്റ് ചെയ്യാനില്ല, നമുക്ക് അവരെ ആക്സെപ്റ്റ് ചെയ്യാനില്ല. ആൻഡ് മോർ ഓവർ
അമ്മ അനുഭവിച്ചു എന്ന് പറഞ്ഞ കാര്യങ്ങളും അമ്മയുടെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് ഷെയർ ചെയ്ത് അമ്മ തന്നതുകൊണ്ടൊക്കെ നമുക്ക് ഒട്ടും അവർ ഓക്കെ അല്ലായിരുന്നു. മേ ബി ആ ഒരു കൈൻഡ് ഓഫ് സിമിലർ സാധനമായിരിക്കണം അഹാനയ്ക്കും ഉള്ളത്. കാരണം അഹാനയുടെ അമ്മയ്ക്ക് അഹാനയുടെ അമ്മമ്മേനെ കുറിച്ച് അമ്മ പറഞ്ഞ കാര്യങ്ങളും ഒക്കെയാണ് മൈൻഡിലുണ്ടാവുക. അല്ലെങ്കിൽ അമ്മയുടെ ആ ഒരു സ്ട്രഗിളാവും ചിലപ്പോൾ ഇവർ കണ്ടതും അല്ലെങ്കിൽ ഇവർ അറിഞ്ഞതും അല്ലെങ്കിൽ ഇവരിലേക്ക് അമ്മ കൊടുത്തതും ഒക്കെ. അതുകൊണ്ട് തന്നെ ഒരു ഫസ്റ്റ് ഓഫ് ഓൾ അമ്മമ്മ എന്ന് പറഞ്ഞ ഫിഗറിന് ഇവർക്കൊരു പ്രോബ്ലം ആയിട്ട് തന്നെയാണ് വളരുന്ന സ്റ്റേജിൽ ഉണ്ടായിട്ടുണ്ടാവുക. അത് ഐ ക്യാൻ എന്താ പറയുക ഈസിലി അത് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ വളർന്നു, ആ ഒരു വളർച്ചയുടെ സ്റ്റേജിൽ ഇവർ മുത്തശ്ശനായിട്ട് ഓക്കെ ആവുന്നു. ഇപ്പം എൻ്റെ വിഷയം നോക്കിയാൽ ഞാൻ അങ്ങോട്ടില്ല, അച്ഛൻ വീട്ടിൻ്റെ സൈഡിലേക്ക് ഞാൻ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാനത് പോയിട്ടില്ല, നോക്കിയിട്ടില്ല. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരിവിടെ അമ്മച്ചനെ നന്നായിട്ട് നോക്കിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ട്. അപ്പോഴും അമ്മമ്മ എന്ന് പറഞ്ഞൊരു സൈഡ് ഇവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിന് അവർക്ക് പറ്റുന്നില്ല. പിന്നെ കുറേയൊക്കെ ഉണ്ട്, കുറേയൊക്കെ ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഏജ് എന്ന് പറഞ്ഞ സാധനം ചിലരത് യൂസ് ചെയ്യും നന്നായിട്ട്. ഞാൻ വയസ്സായതാണ് അപ്പം എനിക്ക് എന്തും പറയാം. ഒരു കൈൻഡ് ഓഫ് വാശി, ഒരു കൈൻഡ് ഓഫ് അറഗൻസ്, ഒരു കൈൻഡ് ഓഫ് സാധനം അവർ കാണിക്കും. പിന്നൊക്കെ എന്താ പറയുക, കുറേയൊക്കെ നമ്മളതങ്ങോട്ട് കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് വിടുകയാണ്. പക്ഷേ എല്ലാവരും വിടൂല, എല്ലാ സമയത്തും നമ്മളും വിടില്ല. അങ്ങനെ ഒരു സീൻ ഉണ്ടല്ലോ. ഇതൊക്കെ നമുക്ക് നമ്മുടെ ലൈഫിൽ തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നേ. അല്ലാതെ ഇവരുടെ ലൈഫിലേക്ക് കയറി ചെന്ന് അതെന്താ ആഹാര അങ്ങനെ എന്നും ചോദിക്കേണ്ട. നമ്മുടെ ലൈഫിൽ നമ്മളും ചിലപ്പോൾ ചില സിറ്റുവേഷനിൽ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചു പോകും, പറഞ്ഞു പോകും, അല്ലെങ്കിൽ നമുക്ക് സംഭവിച്ചിട്ടുണ്ടാവാം, നമ്മളിലേക്ക് ഇങ്ങനെ ഒരു കാര്യം എത്തിയിരിക്കാം, ഒക്കെ ഉണ്ടാവാം. ഓക്കെ, ഇതൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ്. അല്ലാതെ സിനിമയെ കാണുന്ന മാതിരി ഫിക്ഷനോ അല്ലെങ്കിൽ ലാർജർ ദാൻ റിയൽ ലൈഫ് പരിപാടിയൊന്നും അല്ലല്ലോ. അപ്പോൾ അഹാനയായിട്ട് സാരമായ പ്രശ്നം അമ്മമ്മയ്ക്ക് ഉണ്ട്. കാരണം ഇപ്പം നമുക്കൊക്കെ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയപ്പോൾ തന്നെ എൻ്റെ അച്ഛൻ്റെ അമ്മയും മരിച്ചു, അച്ഛൻ്റെ അച്ഛൻ പണ്ടേ മരിച്ചു. അപ്പം നമുക്ക് ആസ് ഗ്രാൻഡ് ചിൽഡ്രൻ നമുക്ക് കാണില്ലേ ഒരാഗ്രഹം, ഗ്രാൻഡ് പേരൻസ് ആയിട്ടുള്ളൊരു ടൈം, ഗ്രാൻഡ് പേരൻസിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യണം, ഡൂ തിങ്സ് വിത്ത് ദം, ഗോ ടു പ്ലേസസ് വിത്ത് ദം. അത് നമുക്ക് ആഗ്രഹം ഉണ്ടാവും. ഈ ആഗ്രഹങ്ങൾ നമുക്കുള്ളത് കൊണ്ടാണ് വി വർ കോൺസ്റ്റൻ്റ്ലി ഡൂയിങ് തിങ്സ് ഫോർ ദം. അല്ലാതെ അവരിങ്ങോട്ട് എന്തെങ്കിലും തരും എന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ തന്നിട്ടുള്ളത് കൊണ്ടോ ഉള്ള ഒരു തിരിച്ചുള്ളൊരു നന്ദി പ്രകടനം ഒന്നുമല്ല. എൻ്റെ ഗ്രാൻഡ് പേരൻസ് എനിക്ക് 1-2 വയസ്സുള്ളപ്പോൾ അപ്പൂപ്പൻ ഗൾഫിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ കൊച്ചായിരിക്കുമ്പോൾ കുറച്ച് സാധനം, എൻ്റെ അഡൾട്ട് ലൈഫിൽ നമ്മൾ അങ്ങോട്ട് സാധനങ്ങൾ കൊടുക്കുന്നതല്ലാതെ നമുക്ക് അവരിങ്ങോട്ടൊന്നും തന്നിട്ടില്ല. ആൻഡ് നമ്മൾ എക്സ്പെക്റ്റും ചെയ്തിട്ടില്ല, കാരണം നമുക്ക് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. വി നെവർ വാണ്ടഡ് ഇറ്റ്. കാരണം we were figuring out our life. We never thought that grandparents are the kind of people who will probably give you things. അങ്ങനെ നമ്മൾ വിചാരിച്ചിരുന്നിട്ടില്ല. പക്ഷേ having said that, my grandfather was always a very good grandparent. ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ള പോലെ somebody we miss, somebody who should not probably have left so soon. പക്ഷേ my grandmother was always a problematic person. നമ്മൾ പോട്ടെ എന്ന് വെച്ചിട്ട് അടിയൊക്കെ നടക്കും, പിന്നെ അത് വീണ്ടും നമ്മളങ്ങ് പാച്ചപ്പായി ഫൊഗീവ് ചെയ്ത് കളയും. അമ്മമ്മ എന്നോട് പണ്ട് എപ്പോഴും ഭയങ്കര വേണ്ടാതീനം പറഞ്ഞിട്ട് എപ്പോഴും എന്നോട് പറഞ്ഞിട്ട് ഞാൻ നിൻ്റെ അമ്മമ്മയല്ലേ, അതപ്പം നിനക്ക് അങ്ങ് ക്ഷമിച്ച് വിട്ടൂടെ. ആ ഒരു ഇതിൽ നമ്മൾ വിചാരിക്കും വയസ്സായില്ല, ഇനി എത്ര നാളും കൂടി ഉണ്ടാകും, പോട്ടെ സാരമില്ല, പ്രായത്തിൻ്റെ ഇതിൽ പ്രാന്ത് കാണിച്ചായിരിക്കും, പോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് വി ടേക്കിംഗ് ദം ടു സോ മെനി കൺട്രീസ്. ഈവൻ ലാസ്റ്റ് ഡിസംബർ നമ്മൾ ദുബായി പോയപ്പോൾ ഞാനും അമ്മയും പറയുമായിരുന്നു, ഞാൻ അമ്മമ്മയോട് ചോദിക്കായിരുന്നു, അമ്മമ്മയ്ക്ക് ബുർജ് ഖലീഫ കാണണം എന്ന് ആഗ്രഹമുണ്ടോ? ഇതൊക്കെ ഇവരൊരു പഞ്ചപാവാന്ന് വിചാരിച്ചിട്ടല്ല, ഇതിനു മുമ്പ് എത്രയെങ്കിലും അടികൾ സംഭവിച്ചിട്ടുണ്ടോ. പക്ഷേ വിൽ ബി ലൈക്ക് സാരമില്ല, പോട്ടെ. ഇത്രയൊക്കെ പറഞ്ഞാലും പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞു, ഇതൊക്കെ നമുക്ക് നമ്മളെ പേഴ്സണൽ ലൈഫിൽ കണക്ട് ആവുന്ന കാര്യം. നമ്മളൊക്കെ എന്തൊക്കെ വിഷയം നമ്മളെ ഗ്രാൻഡ് പാരൻസ് ആയിട്ടുണ്ടായാലും അല്ലെങ്കിൽ നമ്മളെ പാരൻസ് ആയിട്ടുണ്ടായാലും എൻഡ് ഓഫ് ദ ഡേ ഇപ്പോൾ നമ്മൾ ഇപ്പം ചിന്തിച്ചു പോകൂടെ. ഇപ്പം ഞാൻ തന്നെ അച്ഛനായിട്ടൊരു മാസീവ് സീൻ ഉണ്ടായി, പിന്നെ അത് മാറി, അതൊക്കെ അങ്ങനെ ക്ലിയർ ആവും. എല്ലാവരുടെ കേസിലും അത് ക്ലിയർ ആവും. ചോരേനെ അതങ്ങനെ ഉണ്ടാവും, അതിനപ്പുറത്തേക്ക് അത് പോവില്ല. ഞാനും കണ്ടിട്ടുണ്ട് അഹാന വ്ളോഗൊക്കെ ഇടുന്ന സമയത്ത് ചില സമയങ്ങളിൽ സിന്ധു കൃഷ്ണയും അഹാനയും ഈ പറഞ്ഞ അമ്മമ്മയും ഇവരുടെ സിസ്റ്റേഴ്സ്, ആ ഒരു അമ്മയുടെ സിസ്റ്ററും അങ്ങനെയുള്ളവരൊക്കെ എല്ലാവരും കൂടി ആയിട്ടുള്ള അവരുടെ ട്രിപ്സും പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്ന വീഡിയോസൊക്കെ. സോ എല്ലാ വീട്ടിലുണ്ടാകുന്ന പോലെ ചെറിയ രീതിയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നങ്ങളും കശപിശയൊക്കെ ഉണ്ടാവും, അത് മാറും, വീണ്ടും ഒന്നിക്കും. ഓക്കെ, പക്ഷെ അതൊരു ഭയങ്കര ഭീകരമായ ഫേസിലേക്ക് പോയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ഇവിടുത്തെ സീന്. കാരണം തൻവി അത് യൂസ് ചെയ്തോ, അല്ലെങ്കിൽ തൻവി ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ അഹാന ആ കൈൻഡ് ഓഫ് സാധനം ഇവിടെ ഹിഡൻ ആക്കിയിട്ടോ അല്ലെങ്കിൽ ഒന്നിന് മറയാക്കി വേറെ ഒന്നെന്ന് പറഞ്ഞ് വെച്ചൊരു സാധനം എന്താ വെച്ചെങ്കിൽ, തൻവി സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി, സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടി ഈ അമ്മമ്മേൻ്റെ സാധനങ്ങൾ വാണ്ടഡ്ലി എടുത്ത് വ്ളോഗിനകത്ത് വെച്ചിട്ട് ഇവർക്ക് നെഗറ്റീവ് വരുന്ന രീതിയിലാക്കി മാറ്റാൻ വേണ്ടി തൻവി ചെയ്തു എന്നുള്ളൊരു സാധനം അഹാനയുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുമ്പോൾ മേ ബി അത്രയും ഹെയ്റ്റ് അവർക്ക് വന്നതുകൊണ്ടും ഇത്രയും ആളുകൾ ഇവരെ
സൈബർ അറ്റാക്ക് ചെയ്യുന്നത് കൊണ്ടും തോന്നൽ വന്നതായിരിക്കണം. ബട്ട് സ്റ്റിൽ അതിനപ്പുറത്തേക്ക് ചിന്തിക്കാനുള്ളൊരു കപ്പാസിറ്റി ഉള്ള ഒരാളാണ് അഹാന. അഹാനയ്ക്ക് ചിന്തിക്കാമായിരുന്നു. തൻവിയും അമ്മമ്മയും തമ്മിൽ നല്ല ബന്ധത്തിലാണ്. അഹാനി അമ്മമ്മ ഉള്ള പോലെയല്ല തൻവി അമ്മമ്മ ഉള്ളത്. അപ്പം തൻവി അമ്മമ്മയുള്ള യൂഷ്വൽ കോൺവെർസേഷനകത്ത് അയ്യോ ഇന്നാരും നോക്കാനില്ലേന്ന് പറയും, അല്ലെങ്കിൽ അവർ ആ സങ്കടം പറയും. അപ്പോൾ അഹാന വിളിക്കുന്ന സമയത്ത് അമ്മമ്മ ചിലപ്പോൾ പറയണമെന്നില്ല, എന്താ അഹാന പറയൂന്ന് ചിലപ്പോൾ പറയൂ, കാരണം നിങ്ങൾ തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ് എന്നുള്ളത് നിങ്ങളെ സംസാരത്തിനേ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അപ്പം അങ്ങനത്തെ ഒരു സാധനം അഹാന ഇതിൽ തൻവിക്ക് ഈ പറഞ്ഞ പോലെ ഈ വീഡിയോ ചെയ്ത സമയത്ത് തൻവി ഇത് പ്രീ പ്ലാൻ ചെയ്തു, തൻവി അങ്ങനെ കാണിച്ചു എന്നുള്ള സാധനം വെച്ചോട് കൂടിയിട്ട് നെഗറ്റീവ് തൻവിയുടെ സൈഡിലേക്ക് പോയി. തൻവി വീഡിയോ ഇട്ടപ്പോൾ ആദ്യം സിന്ധു കൃഷ്ണ ഏറിപ്പോയി, അഹാന വീഡിയോ ഇട്ടപ്പോൾ തൻവി ഏറിപ്പോയി. ദ പ്രോബ്ലമാറ്റിക് തിങ് ഇൻ ഹെർ ബിക്കെയിം റിയലി ബാഡ് അപ്പൂപ്പൻ വയ്യാതായി കഴിഞ്ഞപ്പോൾ. അപ്പൂപ്പൻ ഈ ഓഗസ്റ്റിൽ സ്ട്രോക്ക് വന്ന ശേഷം സെപ്റ്റംബറിൽ സർജറിയും കഴിഞ്ഞ ശേഷം ഹി ഓൾവേസ് നീഡഡ് എ ഹോം നഴ്സ്. അതില്ലാതെ അപ്പൂപ്പന് പറ്റില്ലായിരുന്നു. കാരണം അപ്പൂപ്പന് ഷുഗർ ഉള്ളതുകൊണ്ട് ഡെയിലി 3 പ്രാവശ്യം ഇൻസുലിൻ എടുക്കണം. ആൻഡ് അപ്പൂപ്പന് ഒരുപാട് ഓർമ്മക്കുറവുണ്ടായിരുന്നു. അപ്പൂപ്പൻ നമ്മളോട് കള്ളം പറയും ഇൻസുലിൻ എടുത്തു എന്ന്, പക്ഷേ അപ്പൂപ്പൻ ഇൻസുലിൻ എടുക്കത്തില്ല. അങ്ങനെ കുറേ ദിവസം ഹോം നഴ്സ് ഇല്ലാതെ അപ്പൂപ്പൻ ഇൻസുലിൻ എടുക്കാതിരിക്കുമ്പോഴത്തേക്കും അപ്പൂപ്പൻ ഷുഗർ ഡൗൺ ആയി കൊളാപ്സ് ആയി ബോധമില്ലാതെ കിടക്കും. നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, അവർ റിവൈവ് ചെയ്തെടുത്തിട്ട് അവർ പറയും ഇൻസുലിൻ ബോഡി കയറിയിട്ടില്ല എന്ന് പറയും. സോ അപ്പൂപ്പൻ ഒട്ടും കേപ്പബിൾ ഓഫ് ടേക്കിംഗ് കെയർ ഓഫ് ഹിംസെൽഫ് ഓൺ ഹിസ് ഓൺ അല്ലായിരുന്നു. ദോ ഹി തോട്ട് ഹി വാസ്, ഹി നീഡഡ് എ ഹോം നഴ്സ്. അങ്ങനെയാണ് അപ്പൂപ്പൻ്റെ സർജറി കഴിഞ്ഞ് നമ്മൾ ഇവിടെ ലൈഫ് കെയർ ലൈഫ് കെയർ എന്ന് പറയുന്ന ഏജൻസിയിൽ നിന്നാണ് ലൈഫ് കെയർ സതീഷ് വാസ് എ ഗൈഡ്, നമ്മളാണ് ഹോം നഴ്സിനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പം അമ്മൂമ്മയ്ക്ക് ഭയങ്കര വൃത്തിപ്രാന്ത് കൂടി ആരും വീട്ടിൽ വരുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് ഹോം നഴ്സ് വീട്ടിലുള്ളത് പുള്ളിക്കാരിക്ക് കംഫർട്ടബിൾ ആയിരുന്നില്ല. ഇറ്റ്സ് എ വെരി ബിഗ് ഹൗസ്, 5 ബെഡ്റൂം അറിയാമല്ലോ, 5 ബെഡ്റൂമുള്ള വീടാണ്. ഷീ ഹേറ്റഡ് ദ ഹോം നഴ്സസ് ഇൻ ദ ഹൗസ്. അതുകൊണ്ട് ഹോം നഴ്സ് വരും, ഇവരോരോ പ്രശ്നം ഉണ്ടാക്കി ഈ ഹോം നഴ്സസ് പോകും. ആൻഡ് ബിറ്റ്വീൻ സെപ്റ്റംബർ ടു മാർച്ച് അമ്മ എത്ര ഹോം നഴ്സ് വന്നൊരു 15-20 ഒരു 15 ഹോം നഴ്സ് എങ്കിലും വന്നിട്ടുണ്ട് ഇവരുടെ വീട്ടിൽ. ലൈക്ക് എത്ര പേരാ, ആദി, അലൻ, സഞ്ജു, സതീഷ്, അഭിജിത്ത്, അങ്ങനെ വരും പോവും. നമ്മൾ കഷ്ടപ്പെട്ട് കൊണ്ടുപോകും. അവസാനമൊക്കെ നമ്മൾ കാല് പിടിച്ച ഹോം നഴ്സുകളെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. കാരണം ഈ ഹോം നഴ്സ് വരുന്ന ഒരാഴ്ച അപ്പൂപ്പൻ്റെ കാര്യങ്ങൾ ഓക്കെ ആയിട്ട് പോകും. ഈ ലേഡിയുടെ ടോർച്ചർ സഹിക്കാൻ വയ്യാതെ ഈ ഹോം നഴ്സ് അമ്മേനെ എന്നെയും വിളിച്ച് മെസ്സേജും വോയിസ് നോട്ടും അയച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ നമ്മുടെ ഫോണിലുണ്ട്. എത്ര ഹോം നഴ്സുകൾ പറഞ്ഞിട്ടുണ്ടെന്നറിയോ, അപ്പൂപ്പൻ പാവുക മാം, നമുക്ക് അപ്പൂപ്പനുമായിട്ട് നമ്മളെ വേറൊരു വീട്ടിലോട്ട് മാറ്റി നിർത്തിയാൽ നമ്മൾ അപ്പൂപ്പനെ നന്നായിട്ട് നോക്കാം, ഈ സ്ത്രീയുമായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെ സെപ്റ്റംബർ തൊട്ടാണ് നമ്മളും അമ്മൂമ്മയായിട്ടുള്ള പ്രശ്നങ്ങൾ വളരെയധികം കൂടിയത്. അഹാന ഇടയ്ക്കിടയ്ക്ക് അമ്മൂമ്മ എന്ന് പറഞ്ഞാൽ ഈ ലേഡി നമുക്ക് ഉപയോഗിക്കുന്നുണ്ട്. ദാറ്റ് ഇറ്റ് സെൽഫ് ഷോസ് ഇവർ തമ്മിൽ എന്തോ ഭയങ്കരമായ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള വിഷയങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത്. അതിപ്പോൾ ഒരു അമ്മമ്മ പേരക്കുട്ടി എന്നുള്ള ലെവലിലാണെങ്കിൽ പോലും ചിലപ്പോൾ ഒരു ലെവൽ വിട്ട് ആരോട് പറഞ്ഞാലും അത് പരസ്പരം ഒരു വേദനയായിട്ട് കിടക്കൂടി. പിന്നെ അത് ഒരു തരം ഒരു മുറിവാകും അത് മനസ്സിലായോ. പിന്നെ എനിക്ക് തോന്നി അഹാനയാണ് ഈ വീഡിയോ വന്ന് പ്രസൻറ്റ് ചെയ്യുന്നത്. മേ ബി അഹാന ഹെർസെൽഫ് ഫീൽസ് ലൈക്ക് ഞാനാണ് നല്ല പ്രസൻറ്റർ, ബെറ്ററായിട്ട് കാര്യങ്ങൾ പറയാൻ ഡീൽ ചെയ്യുന്നത് ഞാനെന്ന് വിചാരിച്ചിട്ടായിരിക്കണം വന്നിരുന്ന കാര്യങ്ങൾ പറയുന്നത്. ഒന്നില്ലെങ്കിൽ അതായിരിക്കണം, അല്ലെങ്കിൽ സ്റ്റിൽ അമ്മമ്മയോടുള്ള ആ ഒരു ദേഷ്യം ഈ കുട്ടിക്ക് മനസ്സിനകത്തുണ്ട്. അതുകൊണ്ട് അമ്മമ്മയുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞ് കയറിയിരുന്നതായിരിക്കണം. ഞാൻ പറയുന്നത് സിന്ധു കൃഷ്ണയാണ് പറയേണ്ടത്. സിന്ധു കൃഷ്ണയുടെ അമ്മയുടെ കാര്യമാണ്. സിന്ധു കൃഷ്ണയാണത് കുറച്ചും കൂടി മെച്യൂറായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടിയിരുന്നത്. മനസ്സിലായോ? സിന്ധു കൃഷ്ണ മേ ബി ഒരു വീഡിയോ ഇട്ടിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രത്തോളം ഈ കാര്യങ്ങൾ എസ്കലേറ്റ് ആവില്ലായിരുന്നു. പക്ഷേ അഹാന പറയും തോറും എഗെയിൻ ചാറ്റുകളുണ്ട്, വോയിസ് ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്. മനസ്സിലായി? ഇത് നെക്സ്റ്റ് ഫേസിലേക്ക് ഇതിൻ്റെ എക്സ്പാൻഡ് ചെയ്യാണ്. ഇത് എസ്കലേറ്റ് ആവുകയാണ്. അത് വീണ്ടും അപ്പുറത്തൊരു സൈബർ ബുള്ളിങ് പോകുമ്പോൾ തൻവി ഇന്നൊരു വീഡിയോ ഇട്ട് ഡിലീറ്റ് ചെയ്തു. ആ വീഡിയോ കൊണ്ടുവരുന്നു, അതിൽ അമ്മമ്മേനെ കാണിക്കുന്നു. ലൈക്ക് ഒരാൾ ഞാനാണ് കറക്റ്റ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവർ സോഷ്യൽ മീഡിയയിൽ അവരവരുടെ പോർഷൻസ് പറയാൻ വേണ്ടി അമ്മമ്മേനെ കൊണ്ടുവരുന്നു. ഫാമിലി ചാറ്റ് എടുത്ത് പുറത്ത് വിളിച്ച് പറയുന്നു, പുറത്ത് കാണിക്കുന്നു. എഗെയിൻ ആ ഒരു ലൂപ്പ് എൻഡാവുണ്ട്. ഈ ഒരു സാധനം നമ്മുടെ പ്രൈവസി, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളും അല്ലേ ഈ വന്നിട്ട് നാട്ടുകാരുടെ മുന്നിൽ. ഇപ്പം ഞാനടക്കമുള്ളവർ, ഇവർ ഒരു ബന്ധമില്ലാത്ത ആൾക്കാരെ ബട്ട് സ്റ്റിൽ ഇരുന്ന് വെച്ച് അരി ഉണ്ടാക്കാൻ വേണ്ടി സംസാരിക്കേണ്ട ഒരു അവസ്ഥ വന്നത്. ഇത് കുറച്ചുകൂടി മെച്യൂറായിട്ട്, അല്ലെങ്കിൽ കേക്ക് ഡീൽ ചെയ്യേണ്ടിയിരുന്നു, അങ്ങേർക്ക് ഡീൽ ചെയ്യായിരുന്നു. വൈഫിൻ്റെ അമ്മയാണ്, എങ്ങനെയാണ് കാര്യം, അങ്ങനെ പറഞ്ഞ് തീർക്കണമായിരുന്നു. ഇത് ഈ കുട്ടികളായതുകൊണ്ട് തന്നെ, ആൻഡ് ഓബിയസ്ലി ഇപ്പോൾ ഈ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലായത് അമ്മമ്മ വയസ്സായതാണ്. ഇപ്പം എല്ലാ വീട്ടിലും വയസ്സായവർക്ക്
വൃത്തി കൂടുതലുള്ള ആളും കൂടിയാണെന്നുണ്ടെങ്കിൽ നോക്കണ്ട, അവർക്ക് തന്നെ സ്വന്തമായിട്ട് എല്ലാ കാര്യം ചെയ്യേണ്ടിയിരുന്നായിരിക്കും. ഇന്ന് അവർ വൃത്തിക്ക് ചെയ്യുമോ അതില്ലേനും, കണ്ടു നിൽക്കുന്നവർക്ക് ഇടപെടാൻ പറ്റുമോ, അതും നടക്കില്ല. പുറത്തുനിന്നുള്ള ആൾക്കാർ ഒട്ടും അടുപ്പിക്കില്ല. ഇതൊക്കെ ഭയങ്കര എന്താ പറയുക, അത്യാവശ്യം കോമൺ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പം എനിക്ക് എൻ്റെ അമ്മേൻ്റെ അമ്മ ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു 34. ബട്ട് സ്റ്റിൽ 34 ഭയങ്കര വൃത്തിയുടെ ആളാണ്. നമ്മൾ എന്ത് ചെയ്ത് കൊടുത്താലും 34ക്ക് സമാധാനമല്ല, 34 ഒറ്റയ്ക്ക് ചെയ്യണം. പക്ഷെ ഒറ്റയ്ക്ക് ചെയ്യുന്നത് വൃത്തിയിലാണോ ചെയ്യണത് അതായിരിക്കില്ല. കാരണം പ്രായാധിക്യം കൊണ്ടും കാര്യങ്ങൾ കൊണ്ടും അവർക്കത് വൃത്തിക്ക് ചെയ്യാനും പറ്റില്ല. വേറൊരാൾ ചെയ്ത് അവർ സാറ്റിസ്ഫൈഡും ആവില്ല. മനസ്സിലായില്ല? അപ്പം അങ്ങനത്തെ ഒരു ഇതുണ്ട്. അത് വയസ്സായവരുടെ ഒരു അവസ്ഥയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല അതിനകത്ത്. ഓക്കെ, പക്ഷേ ഇത് ഇവർക്ക് ബേർഡനാണ്. ഇവർ പറയുന്നത് എത്ര ആൾക്കാർ, എത്ര ഹോം നേഴ്സുകൾ വന്നു പോവും, എത്ര ആൾക്കാർ ഇത് പറ്റാതെ അവർ ഇവരെ ചീത്ത വിളിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവരെ വിളിച്ചിട്ട് പറയും. മനസ്സിലായി? ഇവർ കാശും കൊടുത്തു കൊണ്ടിരുന്ന ഹോം നേഴ്സാണ് 2ാം ദിവസം ഓടിപ്പോയാൽ ഇവരെന്ത് ചെയ്യാൻ പറ്റും? അങ്ങനത്തെ ഒരു സീനാകുമ്പോൾ ഇവർക്കും അങ്ങനെ ഭ്രാന്ത് പിടിക്കും. എനിക്കൊന്ന് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യേണ്ടിയിരുന്നത് സിന്ധു കൃഷ്ണയാണ്, അല്ലെങ്കിൽ ഇത് പറയേണ്ടിയിരുന്നത് സിന്ധു കൃഷ്ണയായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി സിന്ധു കൃഷ്ണയ്ക്ക് തന്നെ അമ്മേനായിട്ട് എന്തോ സീനുള്ളത് ആണെന്നാണ് ഇവിടെ അഹാന പറഞ്ഞു വെച്ചത്. തുടക്കം തന്നെ അതാണ് പറയുന്നത്. ഓക്കെ, ബട്ട് സ്റ്റിൽ ഇവരൊക്കെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും ലൈഫ് നോർമലായിട്ട് പോകാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി തമ്മിലുള്ള വിഷയങ്ങൾ ഇപ്പോൾ പുറത്തിയാടി. ഷീ വാസ് സോ പ്രോബ്ലമാറ്റിക്. ആൻഡ് അപ്പൂപ്പനെ ബെഡ്റൂം, ഹോം നേഴ്സ് ബാത്റൂമിൽ കൊണ്ടുപോകുന്നത് കൊണ്ട് അപ്പൂപ്പനെ ബെഡ്റൂമിൽ കിടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അപ്പൂപ്പനെ ഹോളിലാണ് കിടത്തിക്കൊണ്ടിരുന്നത്. ആൻഡ് ദാറ്റ് വാസ് ഹിസ് ഹൗസ്. അപ്പൂപ്പൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ കാശ് വെച്ച് ഉണ്ടാക്കിയ വീടാണ്. അപ്പം ഇതൊക്കെ കണ്ടു നിൽക്കുമ്പോൾ നമ്മളും പുള്ളിക്കാരിയായിട്ട് അടി ഉണ്ടാവത്തില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൂപ്പൻ്റെ ഹെൽത്തിൻ്റെ പേരും പറഞ്ഞാണ് നമ്മളും അമ്മൂമ്മയും തമ്മിൽ തെറ്റുന്നത്. അല്ലാതെ നമുക്കും പുള്ളിക്കാരിക്കും അല്ലാതെ അടിയാവാൻ ദർ ഇസ് നോ കോമൺ ഗ്രൗണ്ട്, ബിക്കോസ് ഷീ ഈസ് നോട്ട് എഫക്റ്റിംഗ് എനിത്തിങ് ഇൻ ആർ ലൈഫ്. Because we were concerned about my grandfather's health, we were always having fights with her. അങ്ങനെ ഇതുപോലെ ഒരു ദിവസം ഒരു ഹോം നേഴ്സ് രാവിലെ, എന്താ എൻ്റെ പേര്, സഞ്ജുവോ, വൺ ഓഫ് ദ ഹോം നേഴ്സ്, അഭിനവ്, അപ്പൂപ്പന് രാവിലെ ഈ ഹോം നേഴ്സ് വിളിച്ചിട്ട് പറഞ്ഞു, മാഡം അപ്പൂപ്പന് ബോധമില്ലാതെ കിടക്കുന്നു, മൂക്കിന്ന് ബ്ലഡ് വരുന്നു, മറ്റേ അമ്മുമ്മയെ ഞാനുമായിട്ട് അടിയായിട്ട് അമ്മുമ്മ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. രാവിലെ ഞാൻ ഉറക്കം എണീക്കുമ്പോൾ ആദ്യം കേൾക്കുന്നത് ഇതാണ്. So are we not supposed to question her? We called her and we were like, what are you doing? നിങ്ങൾക്ക് അവരുമായിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ അത് സൈഡിൽ ഇരിക്കട്ടെ, ആ ചെറുക്കനോട് അകത്ത് വന്നൊന്ന് നോക്കാൻ പറ. കാരണം നമുക്ക് റെഡിയായി പോകാനൊരു സമയം വേണ്ടേ. അപ്പം അന്ന് ഈ ഒരു ഇഷ്യൂ നടക്കുന്നതിൻ്റെ ഇടയിൽ ഷീ സെഡ് എ കപ്പിൾ ഓഫ് തിങ്സ്. വളരെ മോശമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പുള്ളിക്കാരുടെ വായിൽ നിന്നു. അതിന് അപ്പൂപ്പനൊന്നായിട്ട് ഒരു ബന്ധമില്ല. ഈ നമ്മളെയൊക്കെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു അമ്മുമ്മയുടെ എന്നല്ല, ഒരു മനുഷ്യൻ്റെ വായിന്ന് പോലും വന്നുകൂടാത്ത തരത്തിലുള്ള, എനിക്ക് ഒരിക്കലും ഇതിൻ്റെയൊക്കെ പ്രൂഫും കാര്യങ്ങളും നമ്മുടെ ഉണ്ട്. പക്ഷേ ഇതെങ്ങനെയാണ് നമ്മൾ പുറത്ത് വിടുക? വി ടോക്കിംഗ് അബൌട്ട് ആർ ഓൺ ഫാമിലി മെമ്പേഴ്സ്. അതുകൊണ്ട് ഈ പ്രൂഫൊക്കെ എൻ്റെ നിന്ന് മാത്രമല്ല, എന്നെ അടുപ്പായിട്ട് പരിചയമുള്ള ആരെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ വേണമെങ്കിൽ ചോദിച്ചു, എവ്രിബഡി നോസ് വാട്ട് ദിസ് ഗ്രാൻഡ് മദർ ഓഫ് മൈൻ ടോൾഡ്. അൺഫൊഗിവബിൾ ആയിട്ടുള്ള ഒരു കാര്യം പുള്ളിക്കാരി പറഞ്ഞു. ഒന്നല്ല, 1-2 കാര്യങ്ങൾ പറഞ്ഞു. ലൈക്ക് ഇറ്റ് വാസ് എ വോയിസ് നോട്ട്, പുള്ളിക്കാരി മെസ്സേജ് ആയിട്ട് അയച്ചതാണ്. ഇത് നമ്മൾ വീണ്ടും കേട്ടു. ഡിഡ് ഷീ റിയലി സേ ദാറ്റ് ഓർ ആർ വി ഇമാജിനിങ് ഇറ്റ്? ലൈക്ക് ഹൗ ക്യാൻ എ ഹ്യൂമൻ ബീങ് ടോക്ക് ലൈക്ക് ദിസ്? അങ്ങനത്തെ ഒരു വൃത്തിയായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അന്ന് വി സെഡ് ബാക്കി അവരുടെ കാര്യങ്ങളൊക്കെ, ഹോം നേഴ്സും കാര്യങ്ങളും എല്ലാം ബോഡി വി സപ്പോസ് ടു ഡു. അവരുടെ എന്താണ് വൈഫൈ, ഇതൊക്കെ അമ്മയാണ് പേ ചെയ്യുന്നത്, അമ്മയാണ് ഇവിടെ ഇരുന്ന് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിൽ ഡു, വി ഓൾ കട്ട് റിലേഷൻ വിത്ത് ഹർ. കാരണം വി വർ ലൈക്ക്, ഇങ്ങനെ പറയുന്ന ഇങ്ങനെ സംസാരിക്കുന്ന ഒരു ആളുമായിട്ട് നമ്മൾ എങ്ങനെ ഒരു റിലേഷൻ കീപ്പ് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ പ്രൂഫ് ഒന്നും പുറത്ത് വിടാൻ പറ്റില്ല. ഈ നിങ്ങളിൽ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നില്ല, നമ്മുടെ വെൽ വിഷേഴ്സ് ആണെങ്കിൽ എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ച് എന്നെ പേഴ്സണലായിട്ട് കാണുവാണെങ്കിൽ കമൻറ്റ് ടെൽ മീ. ആഹാനേടന്ന് ആ വീഡിയോയിൽ പറഞ്ഞ ആ വോയിസ് നോട്ട് ഒന്ന് കേൾപ്പിച്ചു തരുമോ എന്ന് പറഞ്ഞാൽ ഞാൻ കേൾപ്പിച്ചു തരാം. ബിക്കോസ് ഇറ്റ്സ് എ വെരി, കേൾക്കുന്നൊരു ഞെട്ടിപ്പോവും. ഭയങ്കര എൻ്റർടൈനിങ് കാര്യങ്ങളാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ, ഇവർക്ക് ഇത്രയും ഹേർട്ട് ആവാൻ കാരണം ഇവരുടെ ലൈഫിൽ ഈ അമ്മമ്മ ഇവരോട് എന്തോ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യനാണ്, ഇപ്പോൾ അമ്മമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും, നമ്മളെ സ്വന്തം അച്ഛനമ്മമാർ വരെ ചിലപ്പോൾ നമ്മളുടെ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ദേഷ്യത്തിന് മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മനസ്സിനകത്ത് കിടക്കില്ലേ. മനുഷ്യന്മാരാണ്, അത് ബന്ധങ്ങളിലുപരി ആ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂമൻ ബീങ്ങിന് ഹേർട്ടാവുന്ന കാര്യങ്ങൾ അത് ഹേർട്ടാണ്. ആരായെന്ന് കേട്ടാലും അത് സങ്കടമാണ്. ബട്ട് സ്റ്റിൽ എന്താ പറയുക, നമ്മളുടെ ഒരു വളർന്നു വരുന്ന സാഹചര്യം ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ കുറേയൊക്കെ ഇപ്പം ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് പഠിച്ചതാണ്. ഞാൻ ഈ അച്ഛൻ എന്നോട് പറഞ്ഞതോ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായതോ ഞാൻ കുറേ കാലം മനസ്സിൽ വെച്ച് കൊണ്ടുനടന്നു. അതിങ്ങനെ കൊണ്ടുനടന്ന് ഗ്രോ ആയി ഞാനും പുറത്ത് പറഞ്ഞില്ല, അച്ഛനും ചോദിച്ചില്ല, ആരും അതിൽ ഇടപെട്ടതുമില്ല. പിന്നെയാണ് അത് ക്ലിയർ ആവുന്നത്. ആ ഒരു എയർ അത് ക്ലിയറായി മാറുന്നത് ബിഗ് ബോസിൻ്റെ ഒരു സിറ്റുവേഷനിലാണ്.
അതിന് മാറിക്കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഞാനിങ്ങനെ ആലോചിച്ചത് ഇവരൊക്കെ ഇനി ഇപ്പം എത്ര കാലം നമ്മളെ മുന്നിൽ ഉണ്ടാവില്ല. ഇപ്പം നമുക്ക് എന്തെങ്കിലും പറ്റുമോ അറിയില്ല. നമ്മുടെ തന്നെ ബന്ധമല്ലേടി, സ്വന്തമല്ലേ, പിന്നെ എന്തിന്. ഇപ്പം ഇവരും അതാ പറഞ്ഞു ഇതെങ്ങനെ പുറത്തിടും ഈ വോയിസും കാര്യം. ബട്ട് ഈ സാധനമെങ്കിലും നിങ്ങൾക്ക് ഒഴിവാക്കായിരുന്നു. ഞാൻ പറയുമ്പോൾ അഹാനയ്ക്ക് ഈ പറഞ്ഞത് ഒഴിവാക്കായിരുന്നു. കാരണം എന്താ പറയുക, ഞാൻ അവിടെ പറഞ്ഞ അഹാനയുടെ അമ്മ വന്നിരുന്നിട്ട് എൻ്റെ അമ്മയാണ്, അവർക്ക് കുറച്ച് പിടിവാശികളുണ്ട്, സോ എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞിട്ട് പോകേണ്ട സ്ഥലത്ത് നിന്ന് ഇപ്പം ഇത് ഈ മകളുമായിട്ട് അമ്മമ്മയ്ക്ക് പേരക്കുട്ടിയായിട്ട് പ്രശ്നം, പേരക്കുട്ടീനെ അമ്മമ്മ എന്തോ മഹാവൃത്തികേട് അപരാധം പറഞ്ഞു എന്നുള്ളത് പേരക്കുട്ടി തന്നെ വന്ന് പറയുന്നു. ഇവിടെ നേരെ അമ്മമ്മ വില്ലനായി, തൻവി വില്ലത്തിയായി. മനസ്സിലായോ? ഞാൻ എഗെയിൻ ഞാൻ പറയുന്നു ഇത് ഓക്കെ. ഇപ്പോൾ അഹാന എത്ര മെച്ചുറായിട്ട് സംസാരിക്കുന്നതോ അല്ലെങ്കിൽ അന്നത്തെ ആ ഒരു ഓസീൻ്റെ മാല വിഷയം മറ്റേ ജ്വല്ലറി അടിച്ചു മാറ്റി അവരുടെ വിഷയത്തിലൊക്കെ അഹാന വന്ന് സംസാരിക്കുമ്പോൾ അഹാനയ്ക്ക് കുറച്ചും കൂടി അവരെ കൂട്ടത്തിലുള്ളതിൽ കുറച്ചും കൂടിയും ക്ലാരിറ്റിയിൽ സംസാരിക്കാനും ഒരു മെച്യൂരിറ്റിയും ഫീൽ ചെയ്തിരുന്നു. പക്ഷേ ഇവിടെ കുറച്ചും കൂടിയും അതിനൊക്കെ മുകളിൽ നിൽക്കുന്നത് അഹാനയ്ക്ക് ഈ അമ്മമ്മയിൽ നിന്നുണ്ടായ പേഴ്സണലി ഉണ്ടായ ഒരു സാധനം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു റിവഞ്ച് ഫേസ് പോലെ ആയിപ്പോയി അഹാന വന്നിരുന്നു. പറയും എന്തിന് ഞാൻ മനുഷ്യത്തി എന്ത് ചെയ്യാം. ഈ വയസ്സായവരെ കുറിച്ച് പറയുമ്പോഴേ സീനാ. പക്ഷേ അവർ വയസ്സായവരാരും അങ്ങനെ അങ്ങോട്ട് പറയാതിരിക്കുന്നു ഞാൻ പറയുന്നില്ല കേട്ടോ. വയസ്സായവർ നല്ല രീതിയിൽ ആ വയസ്സ് ഉപയോഗിച്ച് പറയുന്നവരുണ്ട്. ബട്ട് നാളെ നമ്മളും ആ വയസ്സിലെത്തുമ്പോൾ എങ്ങനെ പറയും നമുക്കൊരു പിടുത്തമുണ്ടാവില്ല. അതും നമ്മൾ തിങ്ക് ചെയ്തതല്ല. അമ്മുമ്മയ്ക്ക് വ്യക്തമായിട്ട് അറിയാം അമ്മുമ്മേനെ എന്തുകൊണ്ട് നമ്മൾ വിളിക്കുന്നില്ല. അല്ലാതെ അപ്പൂപ്പ മരിച്ച ഉടനെ അമ്മുമ്മയിൽ നിന്ന് തിരിഞ്ഞു നോക്കി നടന്നു പോയ ആൾക്കാർ നോ. ആൻഡ് ഇതിലെ ഫൺ ഫാക്ട് ഇസ്, ഈ അമ്മുമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ ഈ ഒരു അമ്മുമ്മ എന്നെ നമ്മളെ പറ്റി പറഞ്ഞ ഈ മോശപ്പെട്ട കാര്യം നമ്മുടെ ഫാമിലി ഗ്രൂപ്പിൽ ഞാൻ ഇട്ടു. സെയിം ലിസൺ, നിങ്ങൾ വേണമെങ്കിൽ ബന്ധം വെച്ചോ, എനിക്കിനി അമ്മുമ്മയായിട്ട് ബന്ധം വയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാനിത് ഗ്രൂപ്പിലിട്ടപ്പം എൻ്റെ ഈ കസിൻ തൻവി ഓൾസോ റിപ്ലൈഡ് സേയിങ് ഓ മൈ ഗോഡ് ഐ ഡോണ്ട് ഈവൻ നോ വാട്ട് ടു സേ, ഇത് എന്താ പറയുന്നതെന്നുള്ള രീതിയിൽ. സോ ഈവൻ തൻവി നോസ് വൈ വി ആർ നോട്ട് ഇൻ ടച്ച് വിത്ത് ഹെർ വെരി 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 ക്ലിയർലി. എന്നിട്ട് കാനഡയിൽ നിന്ന് വിളിച്ച് ഒരു വളരെ നാച്ചുറൽ ആയിട്ടുള്ളൊരു വീഡിയോ കോൾ വിളിക്കുന്നു, അമ്മുമ്മയെ കൊണ്ട് പറഞ്ഞു പറയിപ്പിച്ച പോലെ കുറേ ഡയലോഗ്സ്, എന്താണ് എന്നെ വിളിക്കാൻ ആരുമില്ല, ഞാൻ ഈ വീട്ടിലൊറ്റയ്ക്കാണ്, അങ്ങനെ ഇങ്ങനെ. അതെടുത്തിടാൻ തൻവി കാണിച്ചൊരു മനസ്സ് എനിക്കൊന്നുമില്ല പറയാൻ. എങ്ങനെ ഇരിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ. ഇത് നേരെ ഇവർക്കിത് കിട്ടിയത് ഈ അമ്മമ്മയും ഇവരും തമ്മിലുള്ള ഇഷ്യൂ, അതിൻ്റെ ഒരു എനിക്ക് ഉറപ്പാണ് ഈ അഹാന. ഇതിപ്പോൾ ഈ അഹാന സപ്പോർട്ട് തോന്നി ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഈ അഹാനയ്ക്ക് ഈ മനസ്സിനകത്ത് ഈ സാധനം ഉണ്ടേ, അമ്മമ്മേൻ്റെ ആ ഒരു സാധനം ഉണ്ട്, അമ്മമ്മ പറഞ്ഞതിൻ്റെ സാധനം. അപ്പോൾ തൻവിയിലൂടെ ഈ സാധനം പുറത്ത് വന്നു, അല്ലെങ്കിൽ തൻവി ഇൻറ്റൻഷനലി അത് ചെയ്തു എന്നുള്ള ഒരു സാധനത്തിലേക്ക് അഹാന ഉറപ്പിച്ച്. മനസ്സിലായോ? പക്ഷേ അഹാന ചിന്തിക്കേണ്ട ഒരു കാര്യം, ഞാൻ എഗെയിൻ നേരത്തെ പറഞ്ഞ ഫാക്ടറാണ്, അഹാനയും അമ്മമ്മയും ഉള്ള പോലെ അല്ല തൻവി അഹാനയുടെ അമ്മമ്മയും അപ്പുറത്ത്. അവർ ഭയങ്കര ക്ലോസ് ആണ്. അതിൻ്റെ മുകളിലായിരിക്കും ആരും നോക്കാമല്ലോ എന്നൊരു വേർഷൻ പറഞ്ഞിട്ടുണ്ടാവുക. പിന്നെ ഈ അമ്മമ്മ സംസാരിച്ചൊരു വീഡിയോ വന്നിട്ട് തൻവി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ആ അമ്മമ്മ പറയുന്നുണ്ട് സിന്ധുവും തെറ്റി, അത് കഴിഞ്ഞിട്ടുള്ള ഇവരുടെ വേറൊരു മകളുണ്ട് അവരും തെറ്റി, പിന്നെ ഉള്ളത് തൻവിയുടെ അമ്മയാണ്, അവർ കല്യാണം കഴിച്ച് വേറെ എവിടെയോ ആണ്. അപ്പോൾ ശരിക്കും ഈ അച്ഛൻ, അതായത് ഈ അമ്മമ്മയുടെ ഭർത്താവ്, ഇവരുടെ മുത്തശ്ശൻ സിന്ധു കൃഷ്ണയുടെയൊക്കെ അച്ഛൻ, ഈ വ്യക്തി ഉള്ളത് വരെ ഇവരുടെയൊക്കെ ഒരു ബോണ്ട് ഉണ്ടായിരുന്നു തോന്നുന്നു. ആ വ്യക്തി പോയതോട് കൂടിയിട്ടാണ് ഇതെല്ലാം ഷാറ്റേഡ് ആയത്. അപ്പോൾ അവർക്ക് ആ ലോൺലിനെസ് ഫീൽ ചെയ്തു. അത് അവരത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരാളോട് പറഞ്ഞു, അത്രേ ഉള്ളൂ. അല്ലാതെ അവരിവിടെ അഹാന കൃഷ്ണയും സിന്ധു എന്നെ നോക്കിയില്ല എന്ന് പറഞ്ഞതായിട്ട് ആ വീഡിയോനകത്ത് ഞാൻ കണ്ടില്ല ഇനീഷ്യലി. ഇനിയുള്ള കുറച്ച് വീഡിയോസ് ഉണ്ട്, അതും കൂടി പ്ലേ ചെയ്യാം. ഡിലീറ്റ് ചെയ്ത വീഡിയോൻ്റെ കുറച്ച് പോർഷൻസ് ഇതിനകത്ത് ഞാൻ വെക്കാം. ഓക്കെ, നമ്മുടെ ഉള്ളിൽ ഉള്ള ഒരാൾ, നമ്മുടെ ഫാമിലിയിലുള്ള ഒരാൾ, ഇപ്പം തൻവിക്ക് ശരി, ഷീസ് ഡെഫിനറ്റ്ലി വെരി കൺസിസ്റ്റൻറ്റ് വിത്ത് സോഷ്യൽ മീഡിയ വിത്ത് 2 children ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. ഐ റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഷീസ് വെരി സ്മാർട്ട്, അവിടെ പോയി നമ്മൾ വീഡിയോസൊക്കെ ചെയ്യും. പക്ഷേ തൻവി ഇന്ന് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ തൻവി ആൾക്കാർ അറിയപ്പെടുന്നത് വരെ ഇസ് ബിക്കോസ് ഷീ ഹാപ്പൻ ടു ബി ആ റിലേറ്റീവ്. പിന്നെ തൻവി കൺസിസ്റ്റൻ്റ് ആയിട്ട് കോണ്ടന്റ് ഇട്ടതുകൊണ്ടായിരിക്കാം തൻവിക്ക് തൻവിയുടേതായിട്ടുള്ളൊരു ഓഡിയൻസ് ബിൽഡ് ചെയ്തത്. അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇന്നും ഇവരുടെ കസിൻ അപ്പം നമ്മൾ യൂട്യൂബ് കോണ്ടന്റ് ചെയ്യുന്ന കണ്ടിട്ടാണ് തൻവിയുടെ ഇനിഷ്യലി ചാനലിൽ ഫുൾ ഹെൽപ്പ് ചെയ്ത് കൊടുത്തതേ നമ്മളാണ്. തൻവിയുടെ ചാനലിൻ്റെ മറ്റേ എന്താ മോണറ്റൈസേഷനും കാര്യങ്ങളും ഒക്കെ റെഡി, തൻവിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു. ഇതെല്ലാം ചെയ്തു കൊടുത്തത് അശ്വിനാണ്, അശ്വിനും കൂടിയാണ് അത് ചെയ്തു കൊടുത്തത്. ആൻഡ് തൻവി ഇനിഷ്യലി ഓസിയുടെ കല്യാണത്തിന് നാട്ടിൽ വന്ന സമയത്ത് വി വർ വെരി ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ഹർ വീഡിയോസ്. കാരണം യുനോ ഇപ്പോൾ നമ്മൾ തൻവിയുടെ ഇനിഷ്യൽ വീഡിയോസിലുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആൾക്കാർ കാണും, ആ ചാനലിനൊരു സബ്സ്ക്രിപ്ഷൻ കിട്ടും. ആൻഡ് ഇഫ് ഷീ ഈസ് ഏബിൾ ടു മേക്ക് എൻ എക്സ്ട്രാ അഡീഷണൽ ഇൻകം ത്രൂ ദാറ്റ്, വി വർ വെരി ഹാപ്പി ഫോർ ഹർ. അത് ശരി. ഇപ്പം ഇതെല്ലാം ചെയ്തു കൊടുത്തിട്ട് വിളിച്ചു പറഞ്ഞിട്ട് ലാസ്റ്റ് അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെയാണ് അഹാന കൃഷ്ണ ആ പറഞ്ഞ ഐറ്റങ്ങൾ പോയത്.
അഗൈൻ ഈ വ്ളോഗ് ഇങ്ങനെ പോവാണ്. ഹാന കൃഷ്ണയുടെ ഞാൻ എല്ലാ പാട്ടും എടുത്ത് വെക്കുന്നില്ല. അമ്മമ്മ പ്രോബ്ലമാണ്, അമ്മമ്മ വിഷയമാണ്. മുത്തശ്ശനെ വരെ അമ്മമ്മ കുറേ ടോർച്ചർ ചെയ്തിട്ടുണ്ട്. അവിടെ വന്ന ഹോം നേഴ്സുകളെ അമ്മമ്മ നിർത്തിയിട്ടില്ല. അമ്മേനായിട്ട് അമ്മമ്മ ഓക്കെ അല്ല. മുത്തശ്ശൻ മരിച്ചതിന് ശേഷം ഇവർ അമ്മമ്മയായിട്ടൊരു ഇഷ്യൂ ഉണ്ടാകുന്നു. അതിൽ അമ്മമ്മ ഈ ഹാനയ്ക്ക് എന്തോ ഒരു വോയിസ് അയക്കുന്നു. ആൻഡ് അതൊക്കെ എടുത്ത് വെച്ചിട്ടുമുണ്ട് കേട്ടോ. അതാ രസം. അപ്പം നാളുകളിൽ ഇത് പുറത്ത് വരുന്നുള്ളൊരു ഇത് ചിന്തിച്ചിരുന്നു ഹാന. അത് എടുത്ത് വെക്കാൻ മാത്രം. ഇപ്പം നമ്മളൊക്കെ നമ്മളെ ഫാമിലി ഗ്രൂപ്പിൽ വരുന്നോ അല്ലെങ്കിൽ നമ്മളെ കുടുംബത്തിലുണ്ടാകുന്ന അടികളോ എടുത്ത് വെക്കുന്നത് എന്തിനാണ്? നാളെ ഇതെന്തെങ്കിലും പ്രൂഫ് ആരെയും ചോദിച്ചാൽ അവന് ചോദ്യം വരുന്നുള്ളത് ചിന്തിച്ചിട്ടാണ് നമ്മൾ എടുത്ത് വെക്കുന്നത്. അപ്പം ഇതൊക്കെ നാളെ പുറത്ത് വരുന്നോ ചോദ്യം വരുന്നോ ചിന്തിച്ചെടുത്ത് വെച്ചാണോ എന്ന് അറിയാൻ പാടില്ല. അങ്ങനെ അത്രത്തോളമുള്ള ഒരു സംഗതിയൊക്കെ നടന്നോ എന്നുള്ളതും ഇപ്പം എന്താ പറയുക, നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. എന്നെ കാണുന്ന ആരെങ്കിലും നമ്മളെ വെൽവിഷേഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ അമ്മമ്മേൻ്റെ വോയിസ് കേൾപ്പിച്ചു തരാം. എന്തിനാ അതിൻ്റെ കാര്യമുള്ളത്? ഇത് അവിടെ ഞാൻ പറഞ്ഞല്ലോ കുറച്ചും കൂടി മെച്യൂറായിട്ട് ഡീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഇനി ഈ തൻവി ഇന്ന് ഇട്ടിട്ട് ഡിലീറ്റ് ചെയ്തൊരു വീഡിയോ ഉണ്ട്. അതിൻ്റെ കുറച്ച് പോർഷൻസ് ഞാൻ അവിടെ പ്ലേ ചെയ്യാം. നമ്മൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മൂമ്മ ഇങ്ങനെ എന്നെ വിളിച്ചിട്ടുണ്ടായി. അപ്പം ഞാൻ ജസ്റ്റ് പാക്കിങ്ങിൻ്റെ ഇടയ്ക്ക് അമ്മൂമ്മേനെ എൻ്റെ വീഡിയോ ഷോട്ടിലേക്ക് കയറ്റാം എന്നുള്ള രീതിയിലാണ് എടുത്തത്. പക്ഷേ അമ്മൂമ്മ വിളിച്ചപ്പോഴും പിന്നെ എപ്പോഴും പറയുന്ന ഒരേ കാര്യം പോലെ വിഷമം പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു ഷോട്ട് എടുത്തു. അമ്മൂമ്മ എനിക്ക് ആരുമില്ല, എന്നെ ആരുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്കത് കേട്ടപ്പോഴത്തേക്കും വിഷമമായി. കാരണം അമ്മൂമ്മ ആരുമില്ല എന്ന് പറയുന്നത് അപ്പം പോയതുകൊണ്ട് അമ്മൂമ്മയ്ക്ക് കൂട്ടിന് ആരുമില്ല. കാരണം അമ്മൂമ്മക്ക് ജോലിക്ക് നിൽക്കുക ആളുണ്ട്. പിന്നെ അമ്മൂമ്മേനെ സിന്ധുമ്മയുടെ വീട്ടിലൊക്കെ കൊണ്ടുപോയി നിർത്താൻ ബുദ്ധിമുട്ടാണ്. കാരണം അമ്മൂമ്മയ്ക്ക് ഈ OCD എന്ന് പറഞ്ഞ സാധനം ഉള്ളതാണ്. അപ്പോൾ അമ്മൂമ്മയ്ക്ക് അമ്മൂമ്മയുടേതായ രീതിയിലൊക്കെ വീട് വൃത്തിയാക്കാൻ ഉള്ള രീതിയിലൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മു പറഞ്ഞ ആ കാര്യം സത്യമാണ്. അമ്മൂമ്മയ്ക്ക് OCD ഉണ്ട്. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ജനിച്ചു വീണതേ അമ്മൂമ്മയുടെ അടുത്താണ്. അപ്പോൾ അമ്മൂമ്മയ്ക്ക് പണ്ട് തൊട്ടേ ഈ അസുഖം ഉണ്ടായിരുന്നു. എനിക്കതുകൊണ്ട് അത്രയും വലിയ കുഴപ്പമില്ല. അതാണ്, അതായത് തൻവിക്ക് അമ്മമ്മേൻ്റെ ഒരു സാധനവും വിഷയമല്ല. ബൈ ദ വേ തൻവി അവിടെ ഒരു കെയർ ഹോമിലൊക്കെ വർക്ക് ചെയ്തത് കൊണ്ടൊക്കെ ഇതിലും എക്സ്ട്രീമായിട്ടുള്ള വയസ്സായ ആൾക്കാരെ കണ്ടും അവരെ പരിചരിച്ചും ശീലമുള്ള ഒരു വ്യക്തിയാണ്. സോ തൻവി ഓൾറെഡി, അതായത് അമ്മ അച്ഛൻ എന്നുള്ളവരെക്കാൾ കൂടുതൽ ബോണ്ട് അമ്മമ്മ മുത്തശ്ശനാണ്. അതിൽ അമ്മമ്മ തന്നെയാണ് ഏറ്റവും കൂടുതൽ ബാക്കിയുള്ള പേരക്കുട്ടികളേക്കാൾ കൂടുതൽ തൻവീനെ നോക്കിയതും തൻവിയിലായിട്ടാണ് ക്ലോസ് ഉള്ളതുകൊണ്ട് അവരെ ഹാൻഡിൽ ചെയ്യാൻ ചിലപ്പോൾ തൻവിക്ക് ഈസി ആയിരിക്കും. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തൻവി ആ പോർഷൻ എടുത്തിട്ടത് മേ ബി നിങ്ങളെ ടാർഗറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ബ്ലെയിം എത്താനോ അല്ലെങ്കിൽ അതിനായിരിക്കില്ല. അപ്പോൾ കഴിഞ്ഞ ആ വ്ളോഗ് നിങ്ങൾ അഹാനയുടെ ഞാൻ കംപ്ലീറ്റ് വെച്ചിട്ടില്ല, നിങ്ങൾ പോയി കണ്ടാൽ മതി. അതിനകത്ത് പറയുന്നുണ്ട് ഇവൾ കുറേ കാലമായിട്ട് അവിടുന്ന് വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അന്ന് മുതലേ നമ്മളിങ്ങനെ ആലോചിച്ചിരുന്നു ഇവൾ നാട്ടിലേക്ക് വരുന്നത് എപ്പോൾ വരും നമ്മളിങ്ങനെ ചിന്തിച്ചിരുന്നു. പക്ഷെ അതിനൊരു നറേറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ ഇവൾ ഈ അമ്മമ്മേനെ ആരും നോക്കാല്ലാത്തതുകൊണ്ട് ഞാൻ നാട്ടിൽ വന്നു എന്നുള്ള നറേറ്റീവ് കൊണ്ടുവന്നെന്നുള്ള ചോദ്യം ചെയ്യലൊക്കെ അഹാന അവിടെ ചെയ്യുന്നുണ്ട്. പക്ഷെ തൻവി വീഡിയോയിൽ തൻവി രണ്ടും പറയുന്നുണ്ട്. അമ്മമ്മേനെ നോക്കുക എന്നുള്ളതും ഒരു ഫാക്ടറാണ്. പ്ലസ് ഇവരുടെ ഹെൽത്ത് ഇഷ്യൂസ്, മക്കളുടെ ഹെൽത്ത് ഇഷ്യൂസ്, അത് ഇവിടെയാണ് കുറച്ചും കൂടി ഈസി ആയിട്ട് അവർക്ക് കാണിക്കാൻ പറ്റുന്നതും ചെയ്യാൻ പറ്റുന്നതും. പിന്നെ ഇവരിവിടെ എത്തുമ്പോഴും അവരുടെ ലൈഫ് ഒരു സെക്യൂർഡ് ഫേസിലാണ്. അത്രയും നല്ല ജോലി, ശമ്പളം കിട്ടുന്ന ജോലി എന്നൊക്കെ മാറി ഇവിടെ എത്തുമ്പോഴും ഇവർക്ക് ജീവിക്കാനുള്ളൊരു ഇൻകം സോഴ്സ് ഇവർ റെഡിയാക്കി വെച്ചിട്ട് തന്നെയാണ് പോരുന്നത് എന്നുള്ളതൊക്കെ ആ വീഡിയോനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അല്ലാതെ ഇവിടെ വന്ന് 2 വ്ളോഗ് ഇട്ട് ഈ പറഞ്ഞ അഹാനേനെയും സിന്ധു കൃഷ്ണനെയൊക്കെ ഏറെ കയറ്റി എത്ര വ്ളോഗ് ഇടാം, അങ്ങനെ എത്ര കാലം ജീവിക്കുക അവർക്ക്? അങ്ങനെ ഒരു റിസ്ക് എടുക്കൂ അവർ? ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെ ഒരു ഇപ്പോൾ യൂട്യൂബ് ചാനൽ സെറ്റാക്കി യൂട്യൂബിൽ നിന്ന് റവന്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ ഈ ഫാമിലി പ്രശ്നങ്ങൾ ഒരു കണ്ടന്റ് ആക്കി എടുത്ത് അത് എത്ര കാലം ഓടിക്കാൻ പറ്റും? അപ്പോൾ ഇൻറ്റൻഷനലി അത് ചെയ്തു എന്നുള്ളതും എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഇവർ പറഞ്ഞ പോലെ ഇവരും അമ്മമ്മയും തമ്മിലുള്ള ബോണ്ടിൻ്റെ മുകളിൽ അമ്മമ്മ പറഞ്ഞൊരു കാര്യം, അതായത് ഇവർക്കും പ്രേക്ഷകരോട് പറയാനുള്ളത് അമ്മമ്മ ഞാനിത്ര ക്ലോസ് ആണ്, ഞാൻ അമ്മമ്മേനെ നോക്കാൻ പോവാന്നുള്ളൊരു സാധനം കൺവേ ആക്കാൻ വേണ്ടി വെച്ചൊരു ഐറ്റം മാത്രമായിട്ട് എനിക്കും ഫീൽ ചെയ്തുള്ളൂ. ഓക്കെ, ഇതിപ്പോൾ ഭയങ്കരമായിട്ട് അഹാനയുടെ വീഡിയോ വന്നതിന് ശേഷം ഇവരുടെ നേരെ ഉൾട്ടടിച്ച് പോകുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാർ സംസാരിക്കുമ്പോഴും കമൻറ്റ് ബോക്സിലൊക്കെ. ഇനി ഒരു പോർഷൻ കൂടി വെക്കുക വീഡിയോൻ്റെ. ഈ അമ്മു ഇത്രയും പറഞ്ഞില്ലേ, അമ്മൂമ്മ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന്. എന്നെ ആ ഗ്രൂപ്പിൽ നിന്ന് അവർ പറഞ്ഞ ആ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ ഗ്രൂപ്പിൽ എന്നെ റിമൂവ് ചെയ്ത്. ആ ഗ്രൂപ്പിലുള്ള എൻ്റെ കൊച്ചാണ് സത്യം ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ അമ്മു ആ ഗ്രൂപ്പിലിട്ടതാ. ഇനി അവരെന്തെങ്കിലും സ്ക്രീൻഷോട്ട് ഇടുകയാണെങ്കിൽ ഞാനും ഈ കാര്യം വിടുമായിരിക്കും. പക്ഷേ എനിക്കിതിനൊന്നും താല്പര്യമില്ല. ഞാനൊരു എക്സ്പ്ലനേഷനായിട്ട് അങ്ങ് തീർക്കുക. ഞാൻ പറയാം അവരെന്താണ് ആ ഗ്രൂപ്പിൽ അമ്മൂമ്മേനെ വിളിക്കുന്നതെന്ന്. ഇത്രയും നല്ല അഹാന എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അമ്മൂമ്മ ഭയങ്കര ഇതാണെന്നോ അതാണ്. അമ്മൂമ്മേനെ കുറിച്ച്
കൊച്ചുമോൾ പറയുന്നതാ അഹാന. ഈ ചാറ്റൊക്കെ എൻ്റെ അവരെന്നെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ ഇതെല്ലാം ഞാൻ എന്തോ ഭാഗ്യത്തിന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാൻ പറഞ്ഞ് വെച്ചു. ബിക്കോസ് ഞാൻ ഈ ചാറ്റൊക്കെ കാണുമ്പോൾ ഞാൻ അമ്മൂമ്മയോട് പറയാം, അമ്മൂമ്മനെ കുറിച്ച് മോശമായിട്ട് പറയുന്നു, അതുകൊണ്ട് അമ്മൂമ്മ ഇങ്ങനെ ചെയ്യാതെ അങ്ങനെ ചെയ്യാതെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മൂമ്മയുടെ ഞാൻ ഒന്നും പറയാതെ ഇരുന്നിട്ടില്ല. All that bitch needs is money. I wonder what she's doing with the 30 lakhs. അപ്പോൾ ഇങ്ങനെയൊക്കെ അയക്കുമ്പോൾ ഞാൻ അമ്മൂമ്മയോട് പറയാം. അപ്പോൾ അമ്മൂമ്മ പറഞ്ഞ് നീ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങണ്ട, അവരെന്താ പറയണതെന്ന് നീ കേട്ട് നോക്കിയിട്ട് നീ എന്നോട് പറ. അങ്ങനെയാണ് ഞാൻ ഈ ഗ്രൂപ്പിൽ അമ്മൂമ്മ വരെ ഉണ്ടായിരുന്നു. അമ്മൂമ്മ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളിയായിട്ട് മീൻസ് എന്നോട് അഹാന അയച്ച ഒരു മെസ്സേജാണ്, Tanvi, your dear grandmother is the biggest bitch on earth. If you എനിക്ക് കളം എൻ്റെ കൊച്ചാണ് സത്യം, ദഹാന അയച്ചേക്കുന്ന മെസ്സേജാണ്. If you all wish to see dad alive for some more time, please ask her to adjust. ഇങ്ങനെയൊക്കെയാണ് അയക്കുന്നത്. അതായത് അഹാന പറഞ്ഞൊരു കാര്യമുണ്ട്. അഹാനയ്ക്ക് അമ്മമ്മേനായിട്ടുള്ള പ്രശ്നം, അല്ലെങ്കിൽ അമ്മമ്മ അഹാനയ്ക്ക് മെസ്സേജ് അയച്ചത് ഈ അവരുടെ ഭർത്താവ്, അമ്മമ്മയുടെ ഭർത്താവ്, അതായത് ഇവരുടെ മുത്തശ്ശൻ സിന്ധുകൃഷ്ണയുടെ അച്ഛൻ മരിച്ചതിന് ശേഷമാണ്. പക്ഷെ തൻവി പറഞ്ഞ ഈ മെസ്സേജിൽ നിന്ന് ഒരു കാര്യം ക്ലിയറാണ്, അച്ഛൻ ജീവിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ബിച്ച് എന്നൊക്കെ വിളിക്കൂ എന്നുള്ളത്. അതും ഫാമിലി ഗ്രൂപ്പിൽ സ്വന്തം അമ്മമ്മേനെ ബിച്ച് എന്നൊക്കെ അതിൽ ഞാൻ പറയുന്നില്ല ഒന്നും, അതിൽ ഞാൻ ഒന്നും പറയുന്നില്ല. ഞാൻ പറയാലോ, എനിക്കത് റോങ് ആയിട്ടാണ് തോന്നിയത്. അതിനി എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഏതൊക്കെ രീതിയിലാണ്, ഇപ്പോൾ അമ്മയിൽ നിന്ന് നമുക്ക് നമ്മുടെ അമ്മയുടെ അമ്മേനെക്കുറിച്ചോ, ഇപ്പോൾ അമ്മമാരാണ് നമുക്കിത് പറഞ്ഞത്, നമ്മൾ വളരുന്ന സാഹചര്യത്തിൽ അവർ എന്തൊക്കെ സഫർ ചെയ്തു എന്നുള്ള പറഞ്ഞതിൻ്റെ മുകളിലായിരിക്കണം ഒരു ഓഡിറ്റ് വന്നിട്ടുണ്ടാവുക. പിന്നെ ഡെഫിനറ്റ്ലി അഹാന പറഞ്ഞത് ഇവിടെ ഈ ഒരു മെസ്സേജിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഈ മെസ്സേജ് വായിക്കുമ്പോൾ ഈ മുത്തശ്ശൻ ജീവിച്ചിരിക്കുമ്പോഴേ ഇങ്ങനത്തെ ടോക്സ് അമ്മമ്മേനെ കുറിച്ച് നടക്കുന്നുണ്ട്. ഇതിൻ്റെ 30 ലക്ഷം രൂപേൻ്റെ പൈസേൻ്റെ കണക്ക് പറയുന്നുണ്ട്. അങ്ങനെ പല സാധനങ്ങളും ഇതിനകത്ത് കൂടി പോകുന്നുണ്ട്. ഇത് ഇവർ ഈ ചാറ്റും ഈ സാധനങ്ങളൊക്കെ പരസ്പരമുള്ള ദേഷ്യത്തിൻ്റെ മുകളിൽ പുറത്ത് വിടാൻ തുടങ്ങിക്കഴിഞ്ഞാണ്ടല്ലോ, ഇത് ചില്ലറ ഇടങ്ങേറിലൊന്നും നിൽക്കും തോന്നുന്നില്ല അവർക്ക് ആർക്കും. ഒരു കാര്യം ഉറപ്പാണ്, എന്താണെങ്കിലും ഞാൻ എന്ന് പറഞ്ഞ വ്യക്തിയോ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു എൻ്റെ കുടുംബത്തിലുള്ള ആരെങ്കിലും അല്ലെങ്കിൽ നമുക്ക് എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ള ആരും അങ്ങനെ തെറിയൊന്നും പറയില്ല നമ്മുടെ അമ്മമ്മേനെയും മുത്തശ്ശനും. വേറെ ഏതെങ്കിലും മാമനെയും അമ്മായിനെയും മക്കളെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ല തെറിയും വിളിച്ചിട്ട് പോകാന്നല്ലാതെ സ്വന്തം അമ്മ, അമ്മമ്മ, മുത്തശ്ശൻ, അതൊക്കെ ഭയങ്കര ക്ലോസ് സാധനങ്ങളല്ലേ, അത്രയും ക്ലോസ് റിലേഷൻസ് അല്ലേ. ബ്രദേഴ്സ് ചിലപ്പോൾ തമ്മിൽ വിളിക്കും, മനസ്സിലായി, ബ്രദേഴ്സ് വിളിക്കും. ഈവൻ അച്ഛനും മക്കളും ചിലപ്പോൾ തെറി വിളി വരാം. അമ്മ വന്നില്ലെങ്കിൽ പോലും അച്ഛനും മക്കളും വരാം. പക്ഷേ ഈ മുത്തശ്ശൻ മുത്തശ്ശി അവരുടെ ഇടയിൽ ഈ കൈൻഡ് ഓഫ് ബിച്ച് എന്ന് പറഞ്ഞ ടോക്കും സാധനങ്ങളും, അതും ഫാമിലി ഗ്രൂപ്പിൽ അതെന്തോ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അതും തന്നെ മനസ്സിലായി ഇവർ തമ്മിലുള്ള ഇഷ്യൂസ് ചെറിയ ഇഷ്യൂ ഒന്നുമില്ല, വൻ ഗ്രാവിറ്റിയിലുള്ള എന്തോ വിഷയങ്ങളാണ് ഈ അമ്മമ്മയായിട്ട് വള്ളി പിടിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഇനി അമ്മമ്മ സംസാരിച്ച് നോക്കാം. പറഞ്ഞോ. എൻ്റെ മക്കൾ അമ്മ എന്നെ കാനഡ വിളിച്ചു വരുത്തിയത് എന്തിനാണ് എന്ന് പറ. കാനഡയിൽ നിന്ന് ആ കൊച്ചിനെ ഞാൻ വിളിച്ചു വരുത്തിയത് സത്യത്തിൽ എന്നെ നോക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ വിളിച്ചു വരുത്തിയത്. ഞാൻ വിളിച്ചിട്ട് തന്നെയാണ് ആ കൊച്ചു വന്നത്. അതിൻ്റെ അപ്പൂപ്പൻ മരിക്കുന്നതിന് മുമ്പേ അതിൻ്റെ അപ്പൂപ്പനെ പറഞ്ഞു, മക്കളെ നീ ഇഞ്ഞു വാ, ഞങ്ങളെ രണ്ടുപേരെയും നോക്കണം, നീ ഇഞ്ഞു വാ. പക്ഷേ അപ്പൂപ്പൻ്റെ കാര്യങ്ങൾ അവർ നോക്കുന്നുണ്ടായിരുന്നല്ലോ. എൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ സിന്ധു നോക്കുമായിരുന്നു, പക്ഷേ എൻ്റെ ഒരു കാര്യം അവൾ നോക്കാറില്ല. അമ്മൂമ്മേനെ കുറേ വർഷങ്ങൾ നോക്കി. എന്നെ വർഷങ്ങൾക്ക് മുമ്പ് നോക്കിയിട്ടുണ്ട്. വർഷങ്ങൾക്കെന്ന് വെച്ചാൽ ഒരു 3 കൊല്ലത്തിന് മുമ്പ് വരെ എന്നെ ശരിക്കും നോക്കിയിട്ടുണ്ട്. പക്ഷെ അതിന് ശേഷം എന്നെ നോക്കാറില്ല. അത് കാരണം എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു സ്വഭാവത്തിന് എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറഞ്ഞാൽ അത് എൻ്റെ ഒരു സ്വഭാവമാണ്, അത് ഞാൻ പറയും. അത് ഞാൻ അറിയാതെ പറഞ്ഞു പോകണം. ഇതിൽ അമ്മൂമ്മേനെ പറയുന്ന അമ്മൂമ്മ കൊച്ചുമോളോടൊന്നും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ്, അതങ്ങനെ പറയാനുള്ള റീസൺ എന്താണ്? അമ്മു എന്നെ എടി ഇവളെന്നും പറഞ്ഞാൽ അതൊന്നും എനിക്ക് പറയാൻ വയ്യ. അമ്മു എന്നെ എങ്കിൽ പിന്നെ എനിക്ക് ഓസിയെയും ഇഷാനെയും ഹൻസിയേനെയും പറഞ്ഞൂടെ? അവരാരും എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ അമ്മു മാത്രമേ എന്നെ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുള്ളൂ. അമ്മ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ ഇതിൽ ഞാൻ ഈ വാട്സപ്പിൽ നിന്ന് ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരാം. തൻവി അഗെയിൻ ആദ്യത്തെ നമുക്ക് പിന്നെയും മനസ്സിലാക്കിയ അമ്മമ്മ വിളിച്ച സമയത്ത് ആ ഒരു കാര്യം വെച്ചു. പക്ഷെ തൻവി ഇപ്പോൾ എടുത്തു കൊണ്ടുവന്നിട്ട് ഈ സാധനം വെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. കാണുന്ന ഓഡിയൻസ് ആണെങ്കിൽ പോലും അഹാന വന്ന് പറഞ്ഞത് കൊണ്ട് അമ്മമ്മേനെ അങ്ങോട്ട് കടന്നാക്രമിച്ച് വില്ലത്തിയാക്കാനോ അല്ലെങ്കിൽ ചീത്ത പറയാനോ വരില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം കേരളത്തിലുള്ള ബാക്കി മനുഷ്യന്മാർക്കൊക്കെ അത്യാവശ്യം ഒരു മോസ്റ്റ് മെജോറിറ്റിക്കും
വയസ്സായ ആൾക്കാരെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളൊരു സാധനം ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ഇതിപ്പോൾ തൻവി നേരെ അമ്മമ്മേനെ കൊണ്ടുവന്ന് ഇപ്പോൾ അമ്മമ്മേൻ്റെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയായി. അമ്മമ്മേൻ്റെ ഒരു ഇത് പറയുമ്പോൾ അമ്മമ്മയാണ് അവർക്ക് വിഷമമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് സങ്കടമുണ്ട്, വയസ്സായ ഒരു സമയത്ത് അവർ പറയൂടെ, അവരെന്ത് വേണേൽ പറയും. കാരണം അവർക്ക് എന്താ പറയുക, അവർക്ക് താങ്ങാൻ പറ്റില്ല ഈ വയസ്സായവർക്ക്. അവർക്ക് പേടി ഓൾറെഡി കാണും, അവർക്ക് വയസ്സായി എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടിയൊക്കെ ഉള്ളൊരു സമയത്തായിരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോയി ചോദിക്കുമ്പോൾ അമ്മമ്മ ഇപ്പം എന്തൊക്കെയാണ് പറയണേ. അമ്മമ്മ ഇനി അങ്ങോട്ട് പറയും കുറേ കാര്യങ്ങൾ ഈ വീഡിയോനകത്ത് ഈ അമ്മമ്മ ഇരുന്ന് പറയുന്നുണ്ട്. തൻവി അതൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ തൻവി ഇപ്പം എന്തായി, ആദ്യം ചെയ്തത് ഇൻറ്റൻഷനലി അല്ലെങ്കിലും ഇത് ഇൻറ്റൻഷനലി കൊണ്ടുവന്ന് വെച്ചതാണ് തൻവി. ഇത് ആരെ ഭാഗം ന്യായമുണ്ടെന്ന് കാണിക്കാൻ അമ്മമ്മേൻ്റെ ഭാഗം ന്യായമുണ്ട്. അമ്മമ്മേൻ്റെ ഭാഗം ന്യായമുണ്ടോ ഇല്ലേ അതൊന്നും ഞാൻ പറഞ്ഞല്ലോ, അമ്മമ്മേനെ ആരും ഒന്നും ഇവിടെ പറയാൻ പോകുന്നില്ല എന്നാണ് എൻ്റെ ഒരു കോള്. ഓക്കെ, പക്ഷെ ഇത് അമ്മമ്മേൻ്റെ ഇത് എടുത്ത് വെക്കുന്നതോട് ഇത് എഗെയിൻ ഇത് വീണ്ടും കച്ചറയ്ക്കല്ലേ പോകുന്നത് അല്ലേ? ഇപ്പോൾ ഈ മറ്റേ മെസ്സേജ് അയച്ചത് അമ്മമ്മേനെ ഇവർ ചീത്ത പറഞ്ഞു, അഹാന അമ്മമ്മേനെ വന്നിരുന്ന് പറയുക. അമ്മ പറഞ്ഞതാണ്, ഇനി എനിക്ക് ഒരമ്മമ്മ, അത് അപ്പച്ചി വസന്ത ഇനി എൻ്റെ ജീവിതത്തിലില്ല. ഇനി നിനക്ക് എനിക്ക് മെസ്സേജ് അയക്കാനും സാധിക്കില്ല. ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യുന്നു. അതൊന്ന്. അത് കഴിഞ്ഞ് നിനക്ക് എന്നും രാവിലെ കേൾക്കാൻ ഒരു അതിമനോഹരമായ പാട്ട്. ഇത് നാട്ടുകാർ കേട്ടാൽ നിന്നെ ചൂല് വെച്ചടിക്കും. അത് ഓർത്തു വെച്ചോ. വൃത്തികെട്ട സ്ത്രീയെ, നിൻ്റെ എല്ലാ ബന്ധുക്കൾക്കും ഓരോ കോപ്പി വീതം അയച്ചിട്ടുണ്ട്. എല്ലാവരും കേൾക്കട്ടെ നിൻ്റെ പാട്ട്. ഇതൊക്കെയാണ് എനിക്കിപ്പോൾ ലാസ്റ്റ് അയച്ചത്. പിന്നെ ഇത് ഇത്രയേ ഉള്ളൂ. മറ്റത് എന്തെല്ലാം എടി വസന്തേ, എടി അതേ ഇതേ പിന്നെ അതൊക്കെ. എന്നിട്ട് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കളയും. ഇത് കണ്ടോ നിങ്ങൾ? അങ്ങനെ മെസ്സേജുകൾ അയച്ചതിന് ശേഷം ഡിലീറ്റ് ചെയ്യും. കാരണം അമ്മൂമ്മയ്ക്ക് അങ്ങോട്ട് അയക്കുന്നുള്ള കാര്യങ്ങൾ അമ്മൂമ്മയ്ക്ക് ഡിലീറ്റ് ചെയ്യാൻ അറിഞ്ഞുകൂടാ. എനിക്കിതൊന്നും അറിഞ്ഞുകൂടാത്തോണ്ട് എനിക്ക് അവരയക്കണേന് ഇത് കണ്ട അവരൊരു ഓഡിയോ അയച്ചത് വരെ അവരിങ്ങനെ ഡിലീറ്റ് ചെയ്യും. കാരണം അമ്മൂമ്മയ്ക്ക് അത് എടുത്തൊന്നും ചെയ്യാൻ അറിയത്തില്ല. അമ്മൂമ്മ അങ്ങോട്ട് അയക്കുന്നതുണ്ട്, ഇങ്ങോട്ട് അയക്കുന്നത് ഇല്ല. അപ്പം അവരിതുപോലെ എന്നെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുള്ളൂ. എന്നെ പറയാതെ അമ്മ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ചാണ് എന്നെ തെറി വിളിക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ അമ്മൂനെ തെറി വിളിച്ചത്. ഞാൻ വിളിച്ചില്ലെന്ന് പറയുന്നില്ല, പക്ഷേ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ച് അവൾ തെറി പറഞ്ഞത് കൊണ്ടാണ് ഞാൻ തെറി പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ പറയില്ല. എന്നിട്ട് അവർ പറയുന്ന അമ്മൂമ്മ അപ്പൂപ്പനെ നോക്കാൻ സമ്മതിച്ചില്ല എന്നും അപ്പൂപ്പൻ്റെ മൂക്കുന്ന രക്തം വന്നു. ഇതൊക്കെ ഞാൻ ഇവിടെ ഇല്ല എന്ന് എനിക്കറിയത്തില്ല. അവരെ മൂക്കുന്ന രക്തം വന്നെന്നൊക്കെ വെറുതെ ചുമ്മാ പറഞ്ഞ. മൂക്കങ്ങനെ മുറിഞ്ഞ് രക്തം വന്നെങ്കിലേ ഉള്ളൂ, അല്ലാതെ മൂക്കുന്നവർക്ക് വേറെ തരത്തിലൊന്നും രക്തം വന്നില്ല. എന്നിട്ട് അമ്മൂമ്മ ഹോം നഴ്സിനെ വെളിയിൽ നിർത്തിയെന്നാ അങ്ങനെ എന്തൊക്കെ പറയുന്നത്. തെറിയും പറഞ്ഞും കൊണ്ടുപോയൊരു ഹോം നഴ്സിനെ. കാരണം ഏത് ഹോം നഴ്സ് ഇവിടെ വന്നാലും ഹോം നഴ്സിനോട് ഏജൻസിയിലെ അവർ വിളിച്ച് പറയണത് അവിടെ ഒരു മെൻ്റൽ പ്രോബ്ലം ഉള്ളൊരു സ്ത്രീ ഉണ്ട്. ആ സ്ത്രീ പറയണ ഒരു കാര്യവും നിങ്ങൾ കേൾക്കരുത്. അവൾ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ തിരിച്ചങ്ങ് പറഞ്ഞുകൊള്ളണം. കാരണം നിങ്ങൾക്ക് ശമ്പളം തരണം ഞാനാണ്, ആ സ്ത്രീ അല്ല തരണത്. അവൾ പറഞ്ഞ ഒരു കാര്യവും നിങ്ങൾ കേൾക്കാൻ പാടില്ല. ഞാനിവിടെ ആർക്കൊരു ഫോൺ ചെയ്യുമോ ആ ഫോൺ അതേപടി ഇവർ റെക്കോർഡ് ചെയ്ത് എടുത്തിട്ട് ഇത്ര മണിക്ക് ഞാൻ ഇന്നാരെ വിളിച്ച്. ഞാൻ ആകെ വിളിക്കുന്നത് എൻ്റെ 2 നാത്തൂന്മാരുണ്ട്, അവരെ ചിലപ്പോൾ വിളിക്കും. അവരെ വിളിച്ചാൽ അമ്മൂമ്മ പരാതി പറയാറുണ്ട്. അവരെ വിളിച്ച് ഞാൻ പറയും എനിക്ക് ആരുമില്ല, എൻ്റെ ഭർത്താവ് പോയപ്പോൾ എനിക്ക് ആരുമില്ല, എന്നെ നോക്കാൻ ആരുമില്ല, ഒരു ഫോൺ കോൾ ചെയ്യാൻ ആരുമില്ല. സിന്ധു എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്, എൻ്റെ ഇളയ മോള് സിമി എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്, സിമിക്ക് വേണ്ടിയാണ് എൻ്റെ ചെന്നൈയിലെ വീട് സഹിതം വിറ്റുകൊടുത്ത്. അതായതേ ഇവിടെ എനിക്ക് മനസ്സിലായ കാര്യങ്ങളായിട്ടാണ് പറയുന്നത്. അമ്മമ്മയും പേരക്കുട്ടികളും തമ്മിൽ തെറിവിളുക ചീത്തവിളുക ഒക്കെ ഒരേ ആങ്കർ ഇഷ്യൂസ് ഉള്ള ആൾക്കാരാണ് തോന്നുന്നു. ഓക്കെ, എനിക്ക് ഇവരെ കാണുമ്പോൾ കൂടുതലായിട്ട് ഓസീൻ്റെ സംസാരവും രൂപമൊക്കെയാണ് തോന്നുന്നത്. ഇതൊക്കെ എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ആരും കുറഞ്ഞിട്ടില്ല. ഓക്കെ, വയസ്സായ അമ്മമ്മയാണെന്നുണ്ടെങ്കിലും വയസ്സില്ലാത്ത വേറെ കുട്ടിയാണെങ്കിലും ഒക്കെ ആരും ഒട്ടും കുറഞ്ഞിട്ടില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കച്ചറയായിട്ടുണ്ട്. പക്ഷേ ഹോണസ്റ്റ്ലി സ്പീക്കിംഗ്, അമ്മമ്മ എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തിയെ ഈ കുട്ടികളുടെ മുന്നിൽ ഒരു വില്ലത്തി അല്ലെങ്കിൽ അമ്മമ്മ
ഒരു പോക്കിരി സാധനമാണ്, അല്ലെങ്കിൽ അമ്മമ്മ ഒരാൾ അത്രയും ഇതാണ് എന്നുള്ളതിലേക്കുള്ള സാധനങ്ങൾ ആദ്യം മുതലേ ഈ കുട്ടികൾ ചെറുപ്പകാലത്ത് ഇവർ കുട്ടികളാവുന്നത് മുതലേ ഇവരുടെ മൈൻഡിലേക്ക് സിന്ധു കൃഷ്ണ വരെ മുതൽ പറഞ്ഞത് മുതൽ ചിലപ്പോൾ കയറി കാണും, അല്ലെങ്കിൽ സിന്ധു കൃഷ്ണ ത്രൂ കയറി കാണും. അതിനുള്ളൊരു സാധ്യത ഭയങ്കരമായിട്ട് കാണുന്നുണ്ട് ഇതിനകത്ത്. കാരണം ഈ കുട്ടികൾക്ക് മുത്തശ്ശനോട് പ്രശ്നമില്ല, അമ്മമ്മേനോട് പ്രശ്നമാണ്. അമ്മയ്ക്ക്, അതായത് ഈ കുട്ടികളുടെ അമ്മയായ സിന്ധു കൃഷ്ണയ്ക്കും സ്വന്തം അമ്മയോട് പ്രശ്നമാണ്. അപ്പം അത് കണ്ടു വളർന്ന കുട്ടികളാണ് ഇവർ. ഓബിയസ്ലി അമ്മമ്മേനോട് ഇവർക്ക് ഭയങ്കര ഹെയ്റ്റാണ്, മുത്തശ്ശനോട് ഓക്കെയാണ്. അപ്പോൾ മുത്തശ്ശൻ മരിക്കുന്നൊരു സാഹചര്യത്തിൽ മേ ബി മുത്തശ്ശൻ മരിക്കാനുള്ള ഒരു സിറ്റുവേഷനിലേക്ക് മുത്തശ്ശൻ എത്താനുള്ളൊരു വൺ ഓഫ് ദ റീസൺ അമ്മമ്മയുടെ പിടിവാശിയല്ലേ, അവിടെ ഹോം നേഴ്സിനെ നിർത്താൻ സമ്മതിക്കാത്തയല്ലേ എന്നൊക്കെ തിങ്ക് ചെയ്തിട്ടായിരിക്കും ഇവർ കച്ചറ തുടങ്ങിയതും ചീത്ത പറച്ചിൽ തുടങ്ങിയതും. പിന്നെ ഇവരുടെയൊക്കെ അതേ സ്വഭാവം, ഈ അമ്മമ്മേൻ്റെ സ്വഭാവത്തിൽ നിന്ന് തന്നെയല്ലേ ഈ കുട്ടിയൊക്കെ കിട്ടുന്നത്. അമ്മമ്മയെ പറയുന്നുണ്ട്, എന്നെ ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ വെറുതെ ഉള്ള ഞാനും പറയുന്നുള്ളത്. ചില മനുഷ്യന്മാർ അങ്ങനെയാണ്, അങ്ങനെ തന്നെ തമ്മിൽ പറഞ്ഞു കാണും. മനസ്സിലായോ? അതാണ് ഇതിനകത്ത് ബേസിക് ഇഷ്യൂ ഉണ്ടായതാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇതിങ്ങനെ പോകുന്നുണ്ട്. ഈ അമ്മ ഭയങ്കരമായിട്ട് കരഞ്ഞ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എണ്ണിപ്പെറുക്കി ഇവർ പറയുന്നുണ്ട്. സിമിക്ക് വേണ്ടിയിട്ട് അതും പോയി. എനിക്കിന്നത് അമ്മ എന്തുകൊണ്ടാണ് എന്നെ വളർത്തേണ്ടി വന്നത്? സിമി ഈ കുട്ടിയെ തൻവിയെ നോക്കാത്തതിന്റെ പേരിലാണ് ഞാൻ. അവര് പറയുന്ന അമ്മ പറയുന്ന ചിന്നമ്മ, ചിന്നമ്മ എന്നാണല്ലോ എൻ്റെ അമ്മേനെ വിളിക്കുന്നത്. ലോക ഏറ്റവും ബെസ്റ്റ് സ്ത്രീയാണെന്നും എൻ്റെ ഒരാൾ കല്യാണം കഴിച്ച എന്താ കുഴപ്പം എന്നാണ് പറയുന്നത്. കല്യാണം കഴിച്ച അല്ല കുഴപ്പം, ഒരു കുഞ്ഞിനെ നോക്കിയില്ല എന്നുള്ളതാണ് കുഴപ്പം. അങ്ങനെയാണെങ്കിൽ ഈ അമ്മു പറഞ്ഞിട്ടുണ്ടല്ലോ, പണ്ട് നിന്റെ അമ്മയും അമ്മുമായിട്ട് വഴക്ക് കൂടിയപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ കല്യാണത്തിന് പോലും ആ നാറി സിമിയെ ഞാൻ വിളിക്കൂലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പൊ ചിന്നമ്മ നല്ലവളാ. അങ്ങനെയൊക്കെ പറഞ്ഞാണ്. എന്തായാലും ആവട്ടെ. എന്തായിട്ട് പറയും, അമ്മൂമ്മ അപ്പൂപ്പനുമായിട്ട് അടിയാവുന്നു, അമ്മൂമ്മ അപ്പൂപ്പനെ ഇത് ചെയ്തു, ഉപദ്രവിച്ചു വന്നു, അമ്മൂമ്മ എങ്ങനെ ചെയ്തു വന്നു എന്നൊക്കെ പറയുന്നത്. അപ്പം അതിനെന്താണ് പറയാനുള്ളത്? ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ അടികൂടിയ നാട്ടുകാർക്ക് എന്ത്? ഞങ്ങൾ ചിലപ്പോൾ അടികൂടും പിടികൂടും പലതും ചെയ്യും. അത് ആരും തിരക്കേണ്ട ഒരു കാര്യവുമില്ല. ഞങ്ങൾ 58 വർഷം കൊണ്ട് ഒന്നിച്ച് ഞങ്ങൾ ജീവിച്ചു. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൂപ്പനെ പണ്ടേ ഡിവോഴ്സ് ചെയ്താൽ പോലെ. അപ്പം അങ്ങനെ ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരൊക്കെ അങ്ങ് എന്നെ ഡൈവേഴ്സ് ചെയ്ത് കളഞ്ഞൂടെ? അത് ചെയ്യാതെ എന്നെ ഈ അവസാനം വരെ നോക്കി എനിക്ക് കിടക്കാനൊരു വീടും എനിക്ക് ജീവിക്കാനുള്ളതും ഒക്കെ തന്നിട്ട് തന്നെ എൻ്റെ ഭർത്താവ് പോയത്. ഇവരെല്ലാവരും നന്നായിട്ട് പറഞ്ഞല്ലേ, എന്തിനപ്പൂപ്പ ആ സ്ത്രീക്ക് ആ വീട് ആ സ്ത്രീയുടെ പേരിന് കൊടുത്തെന്തിനപ്പൂപ്പ, എന്തിനപ്പൂപ്പ ആ സ്ത്രീയുടെ പേരിന് പൈസ ഇട്ട് കൊടുത്തത്, അപ്പൂപ്പ എന്തിനു വേണ്ടി അത് ചെയ്തെന്നെല്ലാം അവർ ചോദിച്ചല്ലോ. ഈ അമ്മ ചോദിച്ചല്ലോ. ഈ അഹാന അവിടെ നിന്ന് എന്തെങ്കിലും ഫ്രൂട്ട്സ് വാങ്ങിച്ച് ഇവിടെ നിൽക്കുന്ന അലൻ എന്ന് പറഞ്ഞൊരു ഹോം നേഴ്സ് നിന്നിട്ടുണ്ട്. അവൻ്റെ കയ്യിൽ ഫ്രൂട്ട്സ് വാങ്ങിച്ച് കൊടുത്തിട്ട് അവൻ്റെ അടുത്ത് പറയും, അലൻ അവിടെ ചെന്ന് ആ അമ്മമ്മയോട് പറയണം, ഈ ഒരു ഫ്രൂട്ട്സ് പോലും അമ്മമ്മ എടുക്കാൻ പാടില്ല, ഇത് അപ്പൂപ്പന് വേണ്ടി മാത്രം വാങ്ങി തന്നതാണെന്ന് ഞാൻ പറഞ്ഞെന്ന് അലൻ പറയണം. അലൻ പറയാതിരിക്കരുത്. ആ പയ്യൻ അതേപോലെ ഇവിടെ വന്ന് എന്നോട് പറയുമായിരുന്നു. അഹാന ചേച്ചി പറഞ്ഞ് ഈ ഫ്രൂട്ട്സ് അതെല്ലാം ഒരു പേരയ്ക്ക, ഒരു ഓറഞ്ച്, ഒരു ആപ്പിൾ, എന്നാ അപ്പൂപ്പന് അങ്ങനെ ഇഷ്ടം പോലും അല്ല. അപ്പം എന്ത് കൊണ്ടുവന്നാലും ഞാൻ തിന്നാതെ എൻ്റെ ഭർത്താവ് തിന്നൂല്ല. ഒരു സാധനവും എനിക്ക് തന്നെ അവർ തിന്നും. അവർക്ക് എത്ര വയ്യെങ്കിലും എനിക്ക് തരാതെ ഒരു സാധനവും അവർ കഴിക്കില്ല. പക്ഷേ അമ്മ അങ്ങനെ പറഞ്ഞ് കൊടുത്തയച്ചിട്ടുണ്ട്. എന്നിട്ട് ആ പയ്യനോട് തീർത്ത് പറഞ്ഞ്, ഞാൻ പറഞ്ഞെന്ന് പറയണം, ആ സ്ത്രീ ഇതൊന്നും എടുക്കാൻ പാടില്ല എന്ന്. എന്നിട്ട് അവസാനം അമ്മൂമ്മ ഇവിടെ വീട്ടിൽ വന്നിട്ട് അവരെല്ലാരും എന്താ പറഞ്ഞ, കല്യാണത്തിന്റെ കാര്യം എന്താണ് പറഞ്ഞത്? ഇവിടെ ലാസ്റ്റിൽ ഇവരെ അമ്മു എന്നെ അടിക്കാനായിട്ട് വന്നായിരുന്നു. ഞാൻ പറഞ്ഞു, എന്നെ അടിച്ചാൽ ഞാൻ ഇപ്പം പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞു. എന്നെ നീ എൻ്റെ ദേഹത്ത് തൊട്ട് നോക്ക്, തൊട്ടാൽ ഞാൻ പോലീസിനെ വിളിക്കാം. അതും അർജുനാണ് വിളിച്ച് പറഞ്ഞത് അമ്മൂമ്മ അങ്ങോട്ട് വരണുണ്ടെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, ഇഷാനിയായിട്ടാണ് വരണത്? കാരണം ഇഷാനിയൊക്കെ ഡീസൻറ്റ് പിള്ളേരാണ്. അഹാനയായിട്ടാണ് ഈ അമ്മമ്മയ്ക്ക് പ്രശ്നം. അടിക്കാൻ വന്നു, എന്തൊക്കെ കഥകളാണോ. ഇനി ഒന്നുമില്ല. ഇതിനിടയിൽ കൂടി തൻവിയുടെ അമ്മയുടെ കാര്യം തൻവി ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. വൈദവ ഞാൻ ഇതിന് മുന്നേ സംസാരിച്ചപ്പോൾ ഒരു 2 സിസ്റ്റേഴ്സ് കേട്ടോ, സിന്ധു കൃഷ്ണയും പിന്നെ ഈ തൻവിയുടെ അമ്മയും. അപ്പോൾ അത് ഞാനത് നേരത്തെ പറഞ്ഞപ്പോൾ 3 എന്നുള്ള രീതിക്ക് സംസാരിച്ചതെന്നൊരു സംശയം എനിക്കില്ല. അതുകൊണ്ട് ഞാനത് ക്ലിയർ ചെയ്തോളാം. അപ്പോൾ 2 സിസ്റ്റേഴ്സാണ്. അതിൽ തൻവിയുടെ അമ്മയുടെ കാര്യം ഓൾറെഡി അഹാന പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർ നല്ലൊരു സ്ത്രീയാണ്. അതായത് തൻവിയോടുള്ള ദേഷ്യം കൊണ്ടായിരിക്കണം ചിലപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ ഈ അമ്മമ്മ വന്ന് ഇവിടെ ഇരുന്നിട്ട് പിന്നെ അഹാന തൻവിയുടെ അമ്മേനെ കുറിച്ച് പറഞ്ഞതൊക്കെ ഇരുന്ന് വിളിച്ചങ്ങോട്ട് 36 വയസ്സായാലേ അവർ പറയും. ഞാൻ തൻവി പോയി പറഞ്ഞു കൊടുക്കുകയാണ്,
എനിക്ക് തോന്നുന്നില്ല ഈ അമ്മമ്മ ചിലപ്പോൾ ഈ വീഡിയോ അഹാനേൻ്റെ കണ്ട് കാണുന്നുള്ളൂ. തൻവിയായിട്ട് പോയി പറഞ്ഞു കൊടുക്കും, മുത്തശ്ശൻ്റെ കാര്യം പറഞ്ഞു, എൻ്റെ അമ്മേൻ്റെ കാര്യം പറഞ്ഞു, നോക്കാത്തതിൻ്റെ കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് 37 അപ്പോൾ തുടങ്ങി. ആൻഡ് ടു ബി ഹോണസ്റ്റ് ഞാൻ പറഞ്ഞു, ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയ വിഷയമൊന്നുമല്ല ഇവർ തമ്മിൽ. ഓക്കെ, മുത്തശ്ശനുള്ളതുകൊണ്ട് അമ്മമ്മയും ഒപ്പം നിന്നതുകൊണ്ട് അവർ ആ ടൈമിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. ഓക്കെ, അഹാനയാണെങ്കിലും സിന്ധു കൃഷ്ണയാണെങ്കിലും. മുത്തശ്ശൻ പോയി, അപ്പോൾ അവരുടെ അമ്മമ്മ അവരുടെ മട്ടിന് നിന്നാലേ ചെയ്യുള്ളൂ എന്നുള്ള രീതിക്ക് അവരും മാറി. പിന്നെ അതിനിടയിൽ ഈ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരവും വിഷയങ്ങളൊക്കെ ഉണ്ടായി. എൻ്റെ സ്ട്രോങ്ലി എൻ്റെ ഫീലിംഗ് ഞാൻ പറയാലോ, സിന്ധു കൃഷ്ണ എന്ന് പറഞ്ഞ മകൾക്ക് അമ്മയായിട്ടുള്ള വിഷയങ്ങളാണ് ഈ കുട്ടികളിലേക്ക് എത്തിയിട്ടുള്ളത്. അഹാനയാണെങ്കിലും ബാക്കിയുള്ളവരത് കാണിക്കുന്നില്ല, അഹാനത് കാണിക്കുന്നു. കാരണം അഹാനയ്ക്ക് അമ്മയോടുള്ളൊരു കൂടുതൽ സ്നേഹമായിരിക്കും അത്. മനസ്സിലായോ? അഹാനയ്ക്ക് അമ്മയോടുള്ള, അമ്മേനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സിന്ധു കൃഷ്ണയുടെ കാര്യങ്ങൾ വരുമ്പോൾ കൂടുതലായിട്ട് വരുന്നത് അഹാനയാണ് ഫ്രണ്ടിൽ കയറുന്നത്, സംസാരിക്കുന്നതും കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതും പറയുന്നത്. ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചത്. അപ്പം അഹാനയാണത് ചാടി വന്നത്. അപ്പം അമ്മമ്മയുടെ അടുത്താണെങ്കിലും അഹാനയാണ് അമ്മേനെ പ്രൊട്ടക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അമ്മയുടെ ആ ഒരു മൊത്തത്തിൽ അഹാനയാവും പറയാൻ പോകുന്നതും തീർക്കാൻ പോകുന്നത്. അത് വളരെ എവിഡൻറ്റുമാണ് ഇതിനകത്ത്. ഇതിപ്പോൾ എന്തായി, തെറി വിളിച്ചതും തല്ലാൻ പോയതുമായിട്ട് നാട്ടുകാരെ മുന്നിൽ ഈ കേസ് മൊത്തം വന്നിട്ട് ആകെ കൊളായില്ലേ. വീട്ടിൽ ആര് കയറി വന്നാലും അവരോടെയൊക്കെ പറയുമായിരുന്നു. ഈ ഹോം നഴ്സിനെ നിർത്തി തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മോളെന്ന് വെച്ചാൽ ഇത്രയും വഞ്ചകിയായ ഒരു സ്ത്രീകൾ ലോകത്തുണ്ടാവില്ല. അവൾ എനിക്കിപ്പോൾ ഈ മരുന്ന് വാങ്ങിത്തരണത് അവർ കഷ്ടപ്പെട്ട് ഇവരിന്ന് ഇംഗ്ലീഷുകാരായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ട് നടക്കണില്ലേ? എങ്ങനെ ഇംഗ്ലീഷുകാരായത്? എൻ്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് അവരെ ഊട്ടിയിൽ കുട്ടപ്പേട്ട് പബ്ലിക് സ്കൂളിലാക്കി പഠിപ്പിച്ചതിൻ്റെ പേരിലാണ് അവരിപ്പോൾ ഇംഗ്ലീഷുകാരായിട്ട് ഇംഗ്ലീഷ് പ്രസംഗിച്ചുകൊണ്ട് കിടക്കണം. എൻ്റെ അനിയത്തിൻ്റെ മോനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മക്കളെ നീ നിൻ്റെ ചേച്ചിമാരെ വിളിച്ചിട്ട് പറ, മൂത്തമ്മയ്ക്ക് 2 പേരും കൂടെ എന്തെങ്കിലും ഒരു 12 രൂപ എടുത്താലും 2 പേരും കൂടെ ഒരു 20, ആ സിന്ധുവിൻ്റെയും സിമീൻ്റെയും കൂടെ ഒരു 25 രൂപ അമ്മമ്മയ്ക്ക് തരാൻ പറ മക്കളെ. എങ്കിൽ എനിക്ക് വീട്ടിലൂടെ നിൽക്കണ ഒരു ജോലിക്കാരിയെ വയ്ക്കുകയും മരുന്ന് മേടിക്കുകയും ചെയ്യാൻ മോനെ. അവരൊക്കെ അതൊരു പിച്ചക്കാശ പോലെ ഉള്ളവരുടെ തരാൻ പറ. ഇപ്പോൾ ഒരു 10 മാസം ഒരു 15 രൂപ തരാൻ സിന്ധുവിനെ കൊണ്ട് നടക്കും, സിമിയെ കൊണ്ട് കഴിയും. സിമിയുടെ ഭർത്താവ് ഇന്ന് ജോലി ചെയ്യണം. എൻ്റെ ഭർത്താവാണ് അങ്ങനെ ഒരു ജോലി അവൾക്ക് വാങ്ങിക്കൊടുത്തത്. അമ്മമ്മ കരയല്ലേ അമ്മമ്മ, കരയാതെ പറ, അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും അഭിനയാണെന്ന്. എന്നിട്ട് ഞാനിതാ ഇങ്ങനെ ഇരിക്കുന്നു, എനിക്ക് ആരുമില്ലാതെ ഞാൻ ഇരിക്കുന്നു. ഈ വിഷമം കേട്ടാണ് ഞാൻ ഓടി വരുന്നത്. കാരണം എനിക്ക് ഇത്രയും പെട്ടെന്ന്, സത്യം പറഞ്ഞാൽ എനിക്ക് ഇത്രയും പെട്ടെന്ന് വരാൻ താല്പര്യമില്ലെന്ന് എനിക്കിപ്പോഴും നടു സീനാണ്. ഓക്കെ, അപ്പോൾ തൻവി അതിനിടയിൽ എന്തിനടാ അത് പറഞ്ഞേ? ഒരാൾ കരയുമ്പോൾ അത് നാടകം, എങ്ങനെ ആ അമ്മമ്മയുടെ വിഷമം കണ്ട് നാടകം എന്ന് പറയുന്ന ആൾക്കാരൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മമ്മ വയസ്സാം കാലത്ത് എല്ലാ അമ്മമാരും അങ്ങനെ തന്നെ അവർ പറഞ്ഞു. അതിനിടയിൽ കൂടി ഇങ്ങനൊരു സാധനം ഫിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ തൻവിക്ക്? എല്ലാവരും അവരുടെ ഭാഗം ക്ലിയർ ആണ്, അവരാണ് കറക്റ്റ് എന്നുള്ളത് കാണിക്കാനുള്ള തത്രപ്പാടിൽ ബാക്കിയുള്ളവർ ഇട്ട് കൊടുക്കുന്ന ഒരു അവസ്ഥ. അത് ഇപ്പോൾ സ്വന്തം ഫാമിലിക്കകത്തും ഇപ്പോൾ അതേ അവസ്ഥയായി. അല്ല അപ്പം എന്ത് പറയാനതിനകത്ത്? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. സ്വന്തം അമ്മമ്മേനെ ആണെങ്കിലും വന്ന് പറയും. അമ്മമ്മ വയസ്സായാൽ പിന്നെ വീട്, അവർ വയസ്സിൻ്റെ പ്രശ്നം കൊണ്ട് അവർ ചിലപ്പോൾ സംസാരിച്ചു അവരുടെ വിഷമം. കാരണം ഇത് തൻവി എടുക്കുന്ന വീഡിയോ യൂട്യൂബിൽ വരുമോ ഇല്ലെന്ന് പോലും ചിലപ്പോൾ അമ്മമ്മയ്ക്ക് അറിയുന്നുണ്ടാവില്ല. അമ്മമ്മേൻ്റെ വിഷമമാണ് പറഞ്ഞു, തൻവി അത് റെക്കോർഡ് ചെയ്തത്. അത് എവിടെ ഇടുന്നു, ആര് കാണുന്നു, എന്ത് ചർച്ച നടക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ലടാ. അത് അവർക്ക് ഈ അമ്മമ്മയ്ക്ക് ഇതൊക്കെ അറിയുമായിരിക്കും എന്നുള്ളത്. പിന്നെ വാട്സാപ്പിൽ ഈ അയക്കുന്ന മെസ്സേജുകൾ കാണിച്ചു, അത് ഡിലീറ്റ് ചെയ്ത് കാണിച്ചു. ഇവരങ്ങട്ടെ ഇത് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡ് സ്റ്റോപ്പ് ചെയ്യണം. തൻവി ഇപ്പോൾ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്തു, ഓക്കെ, ഇതിവിടെ നിന്ന് പോട്ടെ. ഇതിൻ്റെ മുകളിലൊരു സാധനമായിട്ട് ആരും വരാതിരുന്നു കഴിഞ്ഞാൽ ഈ കുടുംബ പ്രശ്നങ്ങൾ പുറത്ത് വരാതിരിക്കും. ഇതിപ്പോൾ ഇത് വിറ്റ് അരി വാങ്ങണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല. പക്ഷേ വ്യൂവർഷിപ്പ് കിട്ടുന്ന പരിപാടിയാണ്, അത്യാവശ്യം ട്രാക്ഷൻ കിട്ടുന്ന പരിപാടിയാണ്, എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നു. എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഞാനും പറഞ്ഞിട്ട് പോകുന്നു. ആൻഡ് പീപ്പിൾ ആസ്ക് മീ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇത് സംസാരിക്കുന്നില്ല, തച്ചിട്ട്. അപ്പോൾ നമുക്ക് ചർച്ചയാക്കാനും സംസാരിക്കാനും 10 കമൻറ്റ് ഇടാനുള്ളൊരു സാധനം, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൻ്റെ സാധനങ്ങൾ നിങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്കൊക്കെ സോഷ്യൽ മീഡിയ നന്നായിട്ട് അറിയുന്ന ആളുകളല്ലേ, നിങ്ങളതൊന്ന് അങ്ങനെ ആ രീതിയിൽ നിങ്ങൾ കൊണ്ടു നടക്കുക.